ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. മോർണിംഗ് വൈബ്സ് തന്നെ രാവിലെ ഈ ഒരു തെരഞ്ഞെടുപ്പ് വൈബ് തേടി ഇറങ്ങിയതാണ്. തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിൽ അല്ലെങ്കിൽ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ തന്നെയാണ് മോർണിംഗ് വൈബ്സ് ഉള്ളത്. നമ്മൾ ഇവിടെയുള്ള ആളുകളോടൊക്കെ സംസാരിക്കാം, എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ് ചർച്ചകൾ, തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് എത്തിയോ എന്നൊക്കെ ചോദിക്കാം. എന്നാലും രാവിലെ തന്നെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ദർശനത്തിനായി എത്തുന്ന ഒരുപാട് പേർ രാവിലെ എത്തിയിട്ടുണ്ട്. ക്ഷേത്ര ദർശനത്തിനായി ഇങ്ങനെ നിരവധി പേർ പലയിടങ്ങളിൽ നിന്ന്, അത് തമിഴ്നാട് ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ എത്തുന്ന സഞ്ചാരികളുണ്ട്. അവരൊക്കെ ഇങ്ങനെ എവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണ് നമ്മളുള്ളത്. നല്ല മോർണിംഗ് വൈബ്സിൽ നമ്മൾ വിശദമായി വാർത്തകളിലേക്കും വിശേഷങ്ങളൊക്കെ പോകുന്നതിന് നമ്മൾ ഈ 2-3 ഓട്ടോ ചേട്ടന്മാരൊക്കെ. ചേട്ടാ ഗുഡ് മോർണിംഗ്. എന്താ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂടൊക്കെ ആയോ ചേട്ടാ? ചൂടുള്ള ചേട്ടൻ പറഞ്ഞു. ചേട്ടൻ ചൂടൊന്നും തണുപ്പേ ഉള്ളൂ ചേട്ടന്. ഇലക്ഷൻ പറ്റിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. എങ്ങനെയാ ഈ ഇവിടുത്തെ ഒരു പൊതു അഭിപ്രായം പ്രത്യേകിച്ച് പറയാൻ പറ്റില്ലൊന്നും. 3 പേർക്കും തുല്യ പ്രാധാന്യമുണ്ട്. ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് അതാണ് ആണല്ലേ. ഈ പ്രചാരണത്തിലൊക്കെ സജീവമായിട്ട് മുന്നിലാരാ ആദ്യഘട്ടത്തിലേക്ക്? 3 പാർട്ടി ഒരേപോലെ തന്നെ, എന്നാലും നമ്മൾ LDF വരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷയല്ല, അതാണ് സത്യം. ആണ് അത്. പിന്നെ അപ്പോൾ ശശി തരൂരും രാജീവ് ചന്ദ്രശേഖർ നല്ല കരുത്തരായ 2 സ്ഥാനാർത്ഥികൾ NDAയും UDF അണിനിർത്തുമ്പോൾ പന്ത്യൻ ഒരു സാധാരണക്കാരൻ എന്നുള്ള ഒരു ലേബലാണോ? ഒരിക്കലുമില്ല. പാവപ്പെട്ട തൊഴിലാളികൾ എന്നും LDFനൊപ്പം തന്നെ നിൽക്കും. അത് തന്നെ ഇപ്രാവശ്യം ഇവിടെ തിരുവനന്തപുരത്ത് വരികയും ചെയ്യും. ആണല്ലേ. ഫലത്തിൽ അത് അറിയുകയും ചെയ്യും. ഓക്കെ, അതൊക്കെ എങ്ങനെയുണ്ട് രാവിലെ വോട്ടൊക്കെ എങ്ങനെയുണ്ട് രാവിലെ ഇവിടെ ഈ ഭാഗത്ത്? ഓട്ടങ്ങൾ കുറവാണ്, മഴയൊക്കെ അല്ലേ. ആണോ? എന്താ രാവിലെ ഒരുപാട് പേര് ക്ഷേത്ര ദർശനത്തിന് എത്തുന്നില്ലേ? പഴയ പോലെ ആൾക്കാരില്ല, ചൂടുള്ളതുകൊണ്ട് ആൾക്കാരൊന്നും ഇല്ല, വരുന്നില്ല, കുറവാണല്ലേ. ഓക്കെ. അപ്പൊ ചേട്ടന്റെ ഒരു ഇലക്ഷന്റെ ഒരു ആലോചന പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറയാനില്ല. പ്രത്യേകിച്ച് അഭിപ്രായം പറയാനില്ല. സേഫായിട്ട് ചെയ്യും. അല്ല, അങ്ങനെയല്ല, അതിന് റിസൾട്ട് ഒക്കെ വരുമ്പം നമുക്കറിയാം. അതുകൊണ്ട് ഇപ്പത്തെ ജനപ്രതിനിധിയിൽ ഓക്കെയാണോ? ഹാപ്പിയാണോ? ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് പരാതികളൊന്നുമില്ല. ഓക്കെ, ശരി. ഇപ്പൊ എന്തായാലും ഇത് നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലുള്ള പിന്നെ ഓട്ടോ ചേട്ടന്മാരാണ് സംസാരിച്ചത്. ചേട്ടൻ എന്തെങ്കിലും പറയാൻ വന്നാന്ന് തോന്നുന്നല്ലോ. ശശി തരൂർ വരും, അങ്ങനെയാണല്ലേ. ശരി. ചേട്ടാ എന്താ പ്രതീക്ഷ? ജയിക്കാൻ അവർക്ക് എത്ര ഭൂരിപക്ഷം എത്ര കിട്ടുന്നോ അവർ ജയിക്കും. അല്ല, നമ്മൾ ഒരിക്കലും ഡിസൈൻ ചെയ്യില്ല. ഈ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് വന്നോ മണ്ഡലം? തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കാര്യമായിട്ട് പ്രചാരണമൊക്കെ തുടങ്ങിയ എല്ലാവരും തുടങ്ങി വന്നിട്ടുണ്ട്. പ്രചാരണം എല്ലാം കൊടുത്തു വരുന്നുണ്ട്. എന്തായാലും ത്രികോണ മത്സരമാണ്. ഉറപ്പാണ്. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ തിരുവനന്തപുരം അത് ഒരു ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് തന്നെ എത്തും എന്നുള്ളൊരു കണക്കുകൂട്ടലുണ്ടല്ലോ. ആ കണക്കുകൂട്ടൽ തന്നെയാണ് ഇവിടുത്തെ വോട്ടർമാരും ജനങ്ങളും ഒക്കെ അഭിപ്രായപ്പെടുന്നത്. ഇപ്പോൾ ഈ ഓട്ടോ തൊഴിലാളി ചേട്ടന്മാരും പറയുന്നത് ത്രികോണ മത്സരം തന്നെയാണ്. ഒരു തരത്തിലും അതൊരു 2 മുന്നണികൾക്ക് മാത്രം അവകാശപ്പെടാവുന്ന ഒന്നുമില്ല. 3 മുന്നണികളും ശക്തമായ രംഗത്തുണ്ട് എന്നുള്ളത്. എന്നാലും നമ്മൾ ഈ വർത്തമാനത്തിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. നമ്മൾ ആദ്യം അതിവേഗത്തിലുള്ള വാർത്തകളുമായി സ്പീഡ് ന്യൂസുമായി അഭിലാഷ് KP ചേരുന്നുണ്ട്. അഭിലാഷ് ഗുഡ് മോർണിംഗ്. ഞാൻ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലുള്ള ആളുകളോട് ചോദിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളൊക്കെ. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ അഭിലാഷ്? ഗുഡ് മോർണിംഗ് എൽദോ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അവിടെയുള്ളവർക്ക് ഈ മഴ ആശ്വാസമായില്ലേ എന്നൊരു സംശയമുണ്ട്. കാരണം കടുത്ത ചൂട് കാരണം വിശ്വാസികളുടെ എണ്ണത്തിൽ കുറവുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഇന്നലെ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മഴ പെയ്തത് വലിയ ആശ്വാസമാണ്. അതുകൊണ്ട് സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും ചൂടുള്ള വാർത്ത എന്ന് പറയാം. പക്ഷേ ദേശീയ രാഷ്ട്രീയ വാർത്തകളൊക്കെ പരിശോധിക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ EDയുടെ കസ്റ്റഡിയിൽ ആണ്. അതുകൊണ്ട് തന്നെ ഇനി ഇതിൻ്റെ ചുരുളഴിയേണ്ടതുണ്ട്. അതായത് മദ്യനയ അഴിമതിയിൽ ഏതൊക്കെ തരത്തിലുള്ള പണം ആണ് കൈപ്പറ്റിയിട്ടുള്ളത്, AAPക്കും കെജ്രിവാളിനുമൊക്കെ പങ്കുണ്ട് എന്നാണ് ഇപ്പോഴും ED പറയുന്നത്. പക്ഷേ അതിൻ്റെ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കുന്നതിൻ്റെ തിരക്കിലാണ് ED. ഇന്ന് ദേശീയ തലത്തിലടക്കം ഈ വാർത്ത തന്നെ നിറഞ്ഞു നിൽക്കും. ഒപ്പം എൽദോ നൽകിയതുപോലെ തെരഞ്ഞെടുപ്പ് ചൂടിന് ഒരു കുറവുമില്ല. നമുക്ക് പ്രധാനപ്പെട്ട വാർത്തകൾ വളരെ വേഗത്തിൽ പരിശോധിക്കാം. മോസ്കോയിൽ ഭീകരാക്രമണത്തിൽ 60 മരണം, 100 പേർക്ക് പരിക്ക്. വെടിവെപ്പുണ്ടായത് സംഗീതവേദിക്ക് അരികിൽ. ആയുധധാരികളായ 5 അംഗ സംഘമാണ് ആക്രമണം നടത്തിയതെന്ന് റിപ്പോർട്ട്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം IS ഏറ്റെടുത്തു.
ഡൽഹി മദ്യനയക്കേസിൽ കസ്റ്റഡിയിൽ വാങ്ങിയ കെജ്രിവാളിനെ ED ചോദ്യം ചെയ്യും. അറസ്റ്റിലായ BRS നേതാവ് K. കവിതയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് തീരും. PMLA കോടതിയിൽ ഹാജരാക്കും. ഭൂട്ടാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ദ ഓർഡർ ഓഫ് ദ ഡ്രഗ് ഗ്യാൽപോ ഏറ്റുവാങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭൂട്ടാൻ രാജാവാണ് ബഹുമതി സമ്മാനിച്ചത്. നേട്ടം 140 കോടി ജനങ്ങൾക്ക് സമ്മാനിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി. മോദിയുടെ 2 ദിവസത്തെ ഭൂട്ടാൻ സന്ദർശനം തുടരുന്നു. പൗരത്വ നിയമ ഭേദഗതിക്ക് എതിരെ മുഖ്യമന്ത്രി നയിക്കുന്ന ബഹുജന റാലി ഇന്ന് കാസർഗോഡ്. പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് റാലി സംഘടിപ്പിക്കുന്നത്. ഈ മാസം 27 വരെ 5 ജില്ലകളിൽ ആണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ റാലി. ആദ്യ റാലി വെള്ളിയാഴ്ച കോഴിക്കോട് നടന്നു. 24-ന് കണ്ണൂരിലും 25-ന് മലപ്പുറത്തും 27-ന് കൊല്ലത്തും റാലി. പൂക്കോട് കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ 8 മാസം തുടർച്ചയായി റാഗ് ചെയ്തെന്ന് റിപ്പോർട്ട്. ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ അന്തിമ റിപ്പോർട്ടാണ് പുറത്തുവന്നത്. മുറിക്കുള്ളിൽ നഗ്നനാക്കി റാഗ് ചെയ്തിരുന്നതായി സിദ്ധാർത്ഥൻ പറഞ്ഞിരുന്നുവെന്നാണ് സഹപാഠിയുടെ മൊഴി. പുതിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നിയമോപദേശത്തിന് ശേഷമായിരിക്കും റിപ്പോർട്ട് VC-ക്ക് കൈമാറുക. ഗാസയിൽ വെടിനിർത്തലിനുള്ള UN പ്രമേയം പരാജയപ്പെട്ടു. US പിന്തുണ പ്രമേയത്തെ രക്ഷാസമിതിയിൽ റഷ്യയും ചൈനയും വീറ്റോ ചെയ്തു. 12 ലക്ഷം പലസ്തീൻകാർ കഴിയുന്ന റഫ പട്ടണം ആക്രമിക്കാൻ ഇസ്രയേലിന് അനുമതി നൽകുന്നതാണ് പ്രമേയത്തിലെ ഭാഷയെന്ന് ആരോപിച്ചാണ് ഇരു രാജ്യങ്ങളും എതിർത്തത്. ബ്രിട്ടനിലെ കിരീടാവകാശി വില്യം രാജകുമാരന്റെ ഭാര്യ കേറ്റ് രാജകുമാരിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചു. കീമോതെറാപ്പി നടക്കുകയാണെന്ന് ഇന്നലെ പുറത്തുവിട്ട വീഡിയോയിൽ കേറ്റ് വ്യക്തമാക്കി. വില്യമിന്റെ പിതാവ് ചാൾസ് ക്യാൻസറിന് ചികിത്സയിലാണ് എന്ന് കഴിഞ്ഞ മാസം രാജകൊട്ടാരം വെളിപ്പെടുത്തിയിരുന്നു. IPL-ൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30-ന് ഡൽഹി പഞ്ചാബിനെ നേരിടും. കൊൽക്കത്ത ഹൈദരാബാദ് മത്സരം രാത്രി 7:30-ന്. ഓക്കെ, വീണ്ടും സ്വാഗതം മോർണിംഗ് വൈബ്സിലേക്ക്. മോർണിംഗ് വൈബ്സ് അതിവേഗത്തിലുള്ള വാർത്തകളുമായിട്ടാണ് ഇപ്പോൾ അഭിലാഷ് KP ചേർന്നത്. നമ്മൾ വീണ്ടും തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ കിഴക്കേക്കോട്ടയിലാണുള്ളത്. കിഴക്കേക്കോട്ടയിലുള്ള ആളുകൾ നമുക്ക് സംസാരിച്ച് നോക്കാം. ചേട്ടാ നമസ്കാരം, ഗുഡ് മോർണിംഗ്. മഴയൊക്കെ പെയ്തിട്ട് ആശ്വാസമൊക്കെ ഉണ്ടോ? ചൂട് പറഞ്ഞോ? പറഞ്ഞോ? എങ്ങനെയുണ്ട് ഇവിടുത്തെ? രാവിലെ ജോലിക്ക് പോകണോ? ജോലിക്ക് വേണ്ടിയാണ്. എന്താ പണിക്ക് വന്ന പാചക പണിക്ക് ആണല്ലേ? ശരി ശരി ശരി. അപ്പൊ ഇവിടുത്തെ തെരഞ്ഞെടുപ്പൊക്കെ എങ്ങനെയുണ്ട്? ഇലക്ഷന്റെ ചൂടൊക്കെ ആയോ? ഞാനിവിടുത്തെ കാരനല്ല, ഇന്ന് വന്നേ ഉള്ളൂ. ഇവിടുത്തെ കാരനല്ല. എവിടുത്തെ കാരനാ? ആലപ്പുഴ. ആലപ്പുഴയിലത്തെ തെരഞ്ഞെടുപ്പ് എങ്ങനെയുണ്ട്? നല്ല പ്രചാരണം ആണോ? അവിടെ എന്താ ഒരു പ്രതീക്ഷ? ആരാ സാധ്യത? BJP ആണ് പ്രതീക്ഷ. ആണോ? അപ്പൊ പിന്നെ ആരിഫിനും വേണുഗോപാലിനൊന്നും ചൂട് വാർത്തയിലാണ് BJP-യുടെ ആണല്ലേ? ശരി ശരി ശരി. എന്നാലും ഓക്കെ, ഈ ചേട്ടന്മാരോട് ചോദിക്കട്ടെ, എങ്ങനെയുണ്ട് ചേട്ടാ മഴയൊക്കെ പെയ്തിട്ട് ചൂട് കുറവുണ്ടോ? അല്പം ചൂട് കുറവുണ്ട്. തെരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇവിടെ തന്നെ ഉള്ളതാണോ? തിരുവനന്തപുരത്ത് തന്നെ ഉള്ളതാണോ? ആണ്. എവിടെ വീട്? എവിടെയാ? പേട്ടയില? കരമന. കരമനയിൽ. ഓക്കെ. ഇവിടെ എങ്ങനെയാ? ഒരു 3 സ്ഥാനാർത്ഥികളുണ്ടല്ലോ. അപ്പൊ ത്രികോണ മത്സരം ഉണ്ടോ? ഇവിടെ ത്രികോണ തന്നെ. ഇത്തവണ എന്തായാലും ഒരു മാറ്റം ഉണ്ടാകും. സാധ്യതയുണ്ടല്ലേ? ഇവര് രണ്ടുപേരും പോയിട്ട് ഫലമില്ലല്ലോ. എന്തിനാണ് ഫലം? ഇവര് കേന്ദ്രത്തിൽ വരുന്ന ആളെല്ലാം ജയിപ്പിച്ചു വിടണം. എങ്ങനെയാ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഇന്ത്യയുടെ സ്ഥാനാർത്ഥിയെ പറ്റി എങ്ങനെ അഭിപ്രായം? BJP തന്നെ ജയിക്കും. സ്ഥാനാർത്ഥിയെ പറ്റി എന്താ അഭിപ്രായം? സ്ഥാനാർത്ഥിയോട് 3 കൊള്ളാം, നല്ല സ്ഥാനാർത്ഥികൾ. പന്നിന്റെ നേരത്തെ ജയിച്ച ആളാണ്. അതെ. മറ്റേ 3 പ്രാവശ്യം ജയിച്ച പാർട്ടിയാണ്. ഒരു ആൾ മാറ്റം വേണ്ടി. എല്ലാവരും അവിടെ പോയിട്ട് എന്താണ് പറഞ്ഞത്? രണ്ടും കൂടെ ഇവിടെ നിന്ന് പോയിട്ട് അവിടെ ചെന്ന് രണ്ടും ഒന്നിച്ചല്ലേ പോണത്. ഇവിടെ കിടന്ന് അടിയും പിടിയും, അവിടെ ചെല്ലുമ്പോൾ ഒന്നിച്ച്. അത് ആളുകൾക്ക് മനസ്സിലായി. ഇവിടെ കിടന്ന് അടി, അവിടെ ചിലപ്പോൾ ഒന്ന്. ഇന്ത്യ മുന്നണി അല്ലേ? ഇപ്പം തമിഴ്നാട്ടിൽ പോയാൽ ഒന്ന്, ഇവിടെ അടി. അതുകൊണ്ടാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത്. അല്ല വേറെ ഒന്നുമില്ല. മാറി ചിന്തിക്കുന്ന സമയമായെന്ന് അല്ലേ? തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് താമര വിരിയുന്നാണ് ചേട്ടൻ പ്രതീക്ഷ? ഒരു സംശയമില്ല. ഓക്കെ. ചേട്ടൻ പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും പറയില്ല. ചേട്ടന്റെ അഭിപ്രായം? തെരഞ്ഞെടുപ്പിന്റെ അവസ്ഥ? തെരഞ്ഞെടുപ്പ് മഴ പോലെ തന്നെ, ചൂടില്ല.
ചൂടില്ലേ? ഇല്ല. അപ്പൊ ഇന്നലത്തെ മഴ പെയ്തപ്പോ ആ തണുപ്പായി പോയിന്നാണോ? അല്ല, ഇലക്ഷൻ ചൂടില്ല. ഇലക്ഷൻ ചൂടില്ല. ആണോ? സമയമുള്ളതുകൊണ്ടായിരിക്കും. ഇനി ഒരു മാസത്തിലേറെ ഇല്ലേ? ഇലക്ഷൻ ചൂടില്ല. 3 സ്ഥാനാർത്ഥികൾ എങ്ങനെയുണ്ട്? 3 സ്ഥാനാർത്ഥികളും കൊള്ളാം. പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് ഈ അങ്ങോട്ട് ആർക്കും അറിയില്ല. ഇങ്ങോട്ട് നെയ്യാറ്റിൻകര, അങ്ങോട്ട് പാറശാല, ആ ഭാഗങ്ങളിലുള്ളവർക്ക് അറിയാം. കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞിട്ട് അങ്ങേര് ബാംഗ്ലൂരിൽ ബേസ് ചെയ്തില് പ്രവർത്തിക്കുന്നത്. ഇവിടെ ഉള്ളവർക്ക് അറിയണ്ടേ? അത് മലയാളിയാണെന്നുള്ള ഒരു ധാരണയില്ല. മലയാളിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. അങ്ങേര് നൂലിൽ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയല്ലേ. അങ്ങനെയാണെങ്കിൽ ചേട്ടന്റെ അഭിപ്രായത്തിൽ ഇവിടെ ഒരു സാധ്യത പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ കാട്ടിയും കുമ്മനം നിന്നിരുന്നെങ്കിൽ ഇവിടെ നല്ല സാധ്യതയായിരുന്നു. BJP മത്സരം നല്ല ടൈറ്റ് ആയിരിക്കുമായിരുന്നു. തരൂരിന്റെ ഭൂരിപക്ഷം ചിലപ്പോൾ കുറയുമായിരുന്നു. ശശി തരൂർ ജയിക്കാൻ തരൂർ ഇത്തവണ ചിലപ്പോ പാട് തന്നെയാണ്. കോൺഗ്രസിന് ഇത്തവണ പാട് തന്നെയാണ്. അപ്പൊ പന്ന്യൻ രവീന്ദ്രനും സാധ്യതയുണ്ട്. പക്ഷേ ഈ യഥാർത്ഥ വിഷയം എന്തെന്നറിയാമോ? ഇവിടെ BJP ജയിക്കുമെന്നുള്ളൊരു ഘട്ടം വരുമ്പോൾ ഇവിടെ മുസ്ലിമും ക്രിസ്ത്യനും ഒന്നായി വോട്ട് ചെയ്യും. അങ്ങനെയാണ് ഇവിടെ BJP തോറ്റുപോകണം. ഈ 3 മണ്ഡലം എടുത്തു കഴിഞ്ഞാൽ, അതായത് നെയ്യാറ്റിൻകര, പാറശാല, കോവളം, ഈ 3 മണ്ഡലമാണ് ഇവരെ ഇല്ലാതാക്കുന്നത്. വോട്ടുകൾ ഈ ഇത്തരത്തിൽ ധ്രുവീകരണം ഉണ്ട്. അതുണ്ട്. നമുക്ക് അങ്ങനെയാണ് ഈ 3 മണ്ഡലത്തിന്റെ അവസ്ഥ. ശരി, എന്തായാലും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് വന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് തിരുവനന്തപുരം എത്തിയിട്ടില്ല എന്നുള്ളതാണ് ചേട്ടൻ പറയുന്നത്. ചേട്ടൻ എവിടെ നിന്നായിരുന്നു? പാറശാലയാ. വോട്ട് എവിടെയാ? ഇവിടെയാണോ? ഇവിടെ തന്നെ. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ്? ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് 3 പേരും 3 വഴിക്കാണ്. പക്ഷെ ഇതുവരെ കണ്ടെടുത്തോളം ഈ ഇവിടെ ഭരിക്കുന്ന ഭരണ സഹാക്കള് ഇല്ലാത്തത് കാരണം എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ തൊഴിലുറപ്പിന്റെ പൈസകൾ ശരിക്കും കൊടുക്കുന്നില്ല. അതുപോയിട്ട് പെൻഷൻ പൈസ 2 മാസത്തെ കുടിശ്ശാണ് കൊടുക്കുന്നത്. പെൻഷൻ പൈസ കിട്ടുന്നില്ല. ശരിയാണ്. പെൻഷൻ പൈസ ഇല്ലാത്തത് ഖജാനയിൽ ഇല്ലാത്തതുകൊണ്ട് അങ്ങനാണ്. പക്ഷെ ഇപ്പോഴ് BJPയുടെ കണ്ടീഷൻ നോക്കിയെടുത്തോളം ഭാരതത്തിൽ മുന്നേറ്റമുള്ള ഒരു സംഘടന എന്നുള്ള ഒരു നിലയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. BJPയുടെ സ്ഥാനാർത്ഥിയെ പറ്റി നേരത്തെ പരിചയം ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? അല്ല പരിചയമൊന്നുമില്ല. സാധ്യതയില്ലേ? പരിചയമില്ലാന്ന്. പരിചയമില്ല. ഓക്കെ. കേന്ദ്രമന്ത്രിയാണ്. കേന്ദ്രമന്ത്രിയാണ്. പക്ഷെ ജനങ്ങളിന് വലിയ ഇവിടെ സിറ്റിക്കകത്തുണ്ട്, ഗ്രാമങ്ങളിൽ അങ്ങോട്ടൊന്നും വലിയ ഇതൊന്നുമില്ല. ഓക്കെ. അപ്പൊ അങ്ങോട്ട് നെയ്യാറ്റിൻകര, പാറശാല ഭാഗത്തേക്കൊന്നും ഒരു ധാരണ ഇല്ലാന്നല്ലേ ചേട്ടനും പറയുന്നത് കിട്ടും. അങ്ങനെ അതായത് കഴിഞ്ഞ രാജകോലിരുന്ന സമയത്തും മറ്റുള്ള സമയത്തും ഇവിടുന്ന് അങ്ങോട്ടുള്ള വോട്ട് BJP കുറവാണ്. അത് ഇവിടെയുള്ള ജനങ്ങള് മനസ്സിലാവണം. ഓക്കെ. ചേട്ടൻ എന്താ ജോലി? എന്ത് ചെയ്യണേ? പെയിന്റിംഗ് ആണ്. പിന്നെ രാവിലെ ഇങ്ങനെ തൊഴിലൊക്കെ ഉണ്ടോ? ഇന്നുണ്ടോ? ജോലി ഉണ്ടോ? എവിടെയാ? പേരൂർക്കട. അപ്പൊ രാവിലെ പാറശാലയിൽ നിന്ന് വന്നു, എന്നിട്ട് ഇവിടെ നിന്ന് നേരെ അങ്ങ് പോകും. എങ്ങനെയാ ഈ തൊഴിലൊക്കെ? കൂലിയുടെ കാര്യത്തിലൊക്കെ ഓക്കെ ആണോ? ഇതിന് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഈ പൊരി വെയിലത്ത് പെയിന്റ് ഒക്കെ അടിക്കുമ്പോ നല്ല ചൂടല്ലേ? എന്താ ചെയ്യണേ? ചൂട് ജീവിക്കണ്ടേ? ജീവിക്കണമെന്നില്ല. ഈ വെയിലൊന്നും നമ്മൾ വാടൂല അല്ലേ? എന്റെ പേര് രാജനാഥൻ. ഓക്കെ. ശരി രാജേട്ടൻ. എന്തായാലും രാജേട്ടൻ പറഞ്ഞ പോലെ ഈ ചൂട് ഒക്കെ പലതരത്തിൽ ബാധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും പുള്ളിനെ ഒന്ന് ബാധിക്കും. കാരണം ജോലി വേണമല്ലോ, തൊഴിൽ വേണമല്ലോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എന്തായാലും ഈ കിഴക്കേക്കോട്ടയിൽ എന്താ പറഞ്ഞിട്ട് പോകോ? എന്താ പറഞ്ഞു കേട്ടില്ല? എന്താ പറഞ്ഞേ? പണികളൊക്കെ കുറവല്ലേ? ഈ വോട്ട് ചോദിച്ചു വരുന്നവരോട് സംസാരിക്കാറില്ലേ? ഒന്നും സംസാരിക്കാറുണ്ട്. വേറെ വിഷയമൊന്നുമില്ല. പാർട്ടി ജയിക്കും. ഓക്കെ. പണി തൊഴിൽ സാധ്യത കുറവുണ്ട് എന്നാണ് ചേട്ടൻ പറയുന്നത്. എന്താണെങ്കിലും കിഴക്കേക്കോട്ടയിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. കിഴക്കേക്കോട്ടയിൽ ഒരുപാട് പേർ രാവിലെ തന്നെ ഇപ്പോൾ ഈ തൊഴിലാളികൾ ഇങ്ങനെ രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുന്നു. അവർ തൊഴിൽ ഇടങ്ങൾ തേടി പോകുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും നമ്മൾ ഫ്രാൻസിസ് ജോർജ് എന്ന സ്ഥാനാർത്ഥിയിലേക്ക്, കോട്ടയത്തിന്റെ സ്ഥാനാർത്ഥിയിലേക്ക് നമുക്കൊന്ന് പോകാമെന്ന് തോന്നുന്നു. അവിടെ പാട്ടുകാരായ പല സ്ഥാനാർത്ഥികളെ നമ്മൾ തെരഞ്ഞെടുപ്പിൽ കാണാറുണ്ടല്ലോ.
എന്നാൽ ഇതുവരെ പാട്ടുകാരൻ എന്നറിയപ്പെടാത്ത ഒരു ഉഗ്രൻ ഗായകനെ പരിചയപ്പെടുത്തുകയാണ് നമ്മൾ ന്യൂസ് 18 ഒരു സിനിമയിൽ പിന്നണി ഗായകനെ അരങ്ങേറ്റം നടത്തിയ കഥയും സ്ഥാനാർത്ഥി ന്യൂസ് 18 വെളിപ്പെടുത്തുന്നു. നമുക്ക് ആ കാഴ്ചയാണ് ശേഷം മടങ്ങിയെത്താം കിഴക്കേക്കോട്ടയിലേക്ക്. സസ്പെൻസ് നീട്ടുന്നില്ല. കേരള രാഷ്ട്രീയത്തിലെ ഒന്നാന്തരം പാട്ടുകാരൻ PJ ജോസഫിന്റെ പിൻഗാമികളിൽ ഒരാളായ കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജാണ് ആ പാട്ടുകാരൻ. പാട്ടുപാടി വോട്ട് തട്ടിയെടുക്കാൻ വന്നതല്ല ഫ്രാൻസിസ് ജോർജ്. കോട്ടയം കൈപ്പുഴ സെന്റ് ജോസഫ് കോൺവെന്റിൽ വോട്ട് തേടിയെത്തിയതാണ്. സദസ്സിലെ പാട്ടുകാരിയെ സിസ്റ്റർമാർ പരിചയപ്പെടുത്തിയതോടെ തങ്ങളുടെ സ്ഥാനാർത്ഥിയും പാടുമെന്ന് ഒപ്പം വന്ന UDF പ്രവർത്തകർ. എന്നാൽ കേൾക്കണമെന്നായി സിസ്റ്റർമാർ. അങ്ങനെ ഒരു ഭക്തിഗാനം തന്നെ പാടിത്തുടങ്ങി. നമ്മുടെ റൂബി ഒരു പാട്ട് പാടുന്നതായിരിക്കും. ആലത്തൂരങ്ങടി നമ്മൾ പോയി വരുമ്പോൾ ആകാശം തൊട്ട് തലോടനൊരാൻ മരം കണ്ടെന്നേ ആലിപ്പഴം പൂത്ത് നിറഞ്ഞത് കണ്ണാലെ കണ്ടേ ഞാൻ. തനിക്ക് ഭക്തിഗാനത്തിൽ മാത്രമല്ല പിടിയെന്ന് ഫ്രാൻസിസ് ജോർജ് ന്യൂസ് 18 മുന്നിൽ തെളിയിച്ചു. അങ്ങനെ അല്ലിയാമ്പൽ കടവിലേക്ക് ഒരു യാത്ര. അല്ലിയാമ്പൽ നരയ്ക്കു വെള്ളം നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പിൻ വള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. ഇതിനിടെ ആ രഹസ്യവും ഫ്രാൻസിസ് ജോർജ് വെളിപ്പെടുത്തി. താനൊരു പിന്നണി ഗായകൻ കൂടിയാണ്. പക്ഷേ സിനിമ പുറത്തു വന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ ഒരു ഫിലിമിന് വേണ്ടിയിട്ട് ഒരു പിന്നണി ഗാനം തന്നെ ഞാൻ പാടിയിട്ടുണ്ട്. പക്ഷെ ഫിലിം പുറത്തു വന്നില്ല. ജോയി ചെമ്മാച്ചേരി പിടിക്കാൻ പോയ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്നെ ഒരു പാട്ട് പാടാൻ, തമിഴ് പാട്ടായിരുന്നു. അപ്പോൾ അത് പാടി റെക്കോർഡൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ ഞാൻ ആ പാട്ട് തന്നെ മറന്നുപോയി. അത് പക്ഷെ സിനിമ പിടിച്ചില്ല. അപ്പോൾ ചുമ്മാ സൗഹൃദ ബന്ധത്തിൻ്റെ പേരിൽ ചുമ്മാ അങ്ങനെ പറഞ്ഞ് പാടി എന്നുള്ളതേ ഉള്ളൂ. ഞങ്ങളെ വല്ല പാർട്ടി ക്യാമ്പൊക്കെ വരുമ്പോഴൊക്കെ ചുമ്മാ അങ്ങനെ പാടും. ജോസഫ് സാറൊക്കെ പാടുന്ന കൂടെയൊക്കെ പാടുന്ന അല്ലാതെ ഉണ്ട്. ഞാനങ്ങനെ ഒറ്റയ്ക്ക് പാടാനൊന്നും പോയിട്ടില്ല. ഞങ്ങൾ വിദേശത്തൊക്കെ പോകുമ്പോൾ സാറിന് എല്ലാവരും എവിടെ ചെന്നാലും ആളുകൾ പാട്ട് പാടാനാണ് പറയുക. പ്രസംഗിക്കാൻ പറയുന്നതൊക്കെ കൂടുതൽ സാറ് ഒരു പാട്ട് പാടണമെന്ന് പറയും. അപ്പോൾ അങ്ങനെ പാടുമ്പോൾ സാറിൻ്റെ കൂടെയൊക്കെ പാടിയിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. പാട്ടും പരിപാടിയും ഒക്കെ കഴിഞ്ഞെങ്കിലും താനൊരു പാട്ടുകാരനാണെന്ന രഹസ്യം പുറത്തായത് ഒരൽപ്പം ആശങ്കയോടെയാണ് ഫ്രാൻസിസ് ജോർജ് കാണുന്നത്. ഇനി പല വേദികളിലും പാട്ടുപാടണം എന്ന ആവശ്യം സ്വാഭാവികമായും ഉയരും. പൊതുവെ വരികൾ ഓർത്തുവെക്കാത്ത തനിക്ക് അതൊരു വെല്ലുവിളിയാകുമെന്നാണ് പ്രിയപ്പെട്ടവരുടെ രാജു ചേട്ടൻ പറയുന്നത്. ഞാൻ അതുകൊണ്ട് മിണ്ടാറില്ല. ഇതിന് പറയാൻ പോയി കഴിഞ്ഞാൽ വലിയ അവത്താണ്. ആളുകൾ പറയും പാട്ട് പാടാൻ പറയും. നമുക്ക് വല്ല പാട്ട് പറയാം. അല്ലിയാമ്പൽ നരയ്ക്കു വെള്ളം നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പിൻ വള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. എന്നാലും പാട്ടുകാരനായിട്ടുള്ള ഫ്രാൻസിസ് ജോർജ് അതൊരു പുതിയൊരു അനുഭവം, പുതിയൊരു അറിവുമായിരുന്നു. എന്നാലും പാട്ടും പാടി ജയിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസ നൽകാം ഫ്രാൻസിസ് ജോർജ്. എന്നാലും നമ്മൾ ഈ കിഴക്കേക്കോട്ടയിൽ തന്നെയുള്ളൂ. കിഴക്കേക്കോട്ടയിൽ രാവിലെ ഇങ്ങനെ അതിവേഗം ആളുകൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. രാവിലെ തൊഴിലിടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാ ബസ് വരുന്നു, പോകുന്നു. ബസ്സിലേക്ക് കയറാനുള്ള ഓട്ടം പാച്ചിലുകൾ ഒരുപാട് കാണാം ഈ കിഴക്കേക്കോട്ടയിലെ രാവിലത്തെ കാഴ്ചകളിൽ. അതിനിടയിൽ നമ്മൾ ചിലരോട് സംസാരിക്കുകയും ചെയ്യാം. ചേട്ടാ നമസ്കാരം, മോർണിംഗ്. ചേട്ടാ പേര്? അനിൽ. വീട് എവിടെയാണ് ചേട്ടാ? വീട് പാപ്പനംകോട്, പാപ്പനംകോടാണ്. ഓക്കെ. എങ്ങനെ രാവിലെ ജോലിക്ക് ഇറങ്ങിയതാണോ? ആണോ? എന്ത് ചെയ്യുന്നത്? കോൺക്രീറ്റ്. ഈ ചൂട് ഭയങ്കര പ്രശ്നമല്ലേ? എങ്ങനെ ഈ കോൺക്രീറ്റ് വർക്കൊക്കെ രാവിലെ ഈ ചൂടൊക്കെ ചെയ്തോണ്ടിരുന്നത്? ചെയ്യുന്ന സമയത്ത് ചെയ്ത് തീർക്കുക. പിന്നെ അല്ല, നിങ്ങൾ എന്തെങ്കിലും ഈ പറയുന്ന പോലെ വെയിൽ കൊള്ളാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യുമായിരുന്നോ? ഒന്നും ചെയ്യാനില്ല അല്ലേ? മഴ പെയ്തോണ്ട് എന്തെങ്കിലും ആശ്വാസം ഉണ്ടാവുമോ? മഴ അതൊക്കെ പോട്ടെ. എന്താണ് തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശം? എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ ആയോ?
തെരഞ്ഞെടുപ്പ് ചൂട് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ ഡിക്ലെയർ കഴിഞ്ഞ ശേഷം പിന്നെ ഭയങ്കര ചൂടാണ് എല്ലാ 3 പാർട്ടിക്കാരും എല്ലാം. തിരുവനന്തപുരം മണ്ഡലമാണോ കേരളത്തിൽ ഏറ്റവും ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുന്നത്? അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. ടൈറ്റ് മത്സരമായിട്ട് കാണാൻ പറ്റത്തില്ല. പക്ഷെ ടൈറ്റായിട്ടൊന്നുമില്ല. ഇവിടെ ആർക്കാ ഒരു സാധ്യതയൊക്കെ ചേട്ടൻ തോന്നുന്നത്? സാധ്യത തോന്നുന്നു പറഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പം പന്ന്യൻ രവീന്ദ്രൻ എന്ന് പറയുന്നത് നല്ലൊരു കാൻഡിഡേറ്റാണ്. അതൊക്കെ പക്ഷേ ഒരു സാധാരണക്കാരനാണ്. പുള്ളി ജയിക്കാനാണ് ഇവിടെ ചാൻസ് കൂടുതൽ. ഈ സാധാരണക്കാരുടെ വോട്ട് പന്ന്യൻ രവീന്ദ്രൻ പോകുന്നുള്ള ഒരു അർത്ഥമാണ് അല്ലേ? ഉറപ്പാണ്. സാധാരണക്കാരന്റെ വോട്ട് സാധാരണക്കാരനെ വിടത്തുള്ളൂ. അത് ഉറപ്പായ കാര്യം. അപ്പൊ ഈ ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരും അസാധാരണക്കാരാണോ? അവർ സാധാരണക്കാരല്ല. അവർ സാധാരണക്കാരെന്ന് പറയാൻ പറ്റത്തില്ല. ശശി തരൂർ 15 കൊല്ലത്തെ MP ആണ്. പിന്നെ ചന്ദ്രശേഖർ എന്ന് പറയുന്നത് ഇവിടുത്തെ കഴിഞ്ഞ കേന്ദ്രമന്ത്രിയാണ്. ഇവർ രണ്ടുപേരും പിന്നെ നല്ല സാമ്പത്തിക സ്ഥിതിയിലുള്ള ആൾക്കാരാണ്. പന്ന്യൻ രവീന്ദ്രനെ നമുക്ക് അറിയാവുന്നുള്ളൊരു വ്യക്തിയാണ്. കഴിഞ്ഞ 2.5 വർഷക്കാലം ഇവിടുത്തെ MP ആയിരുന്നു. പുള്ളി പിന്നെ പാർട്ടി ഓഫീസിലാണ് കിടന്ന് ഉറങ്ങുന്നത് നമുക്ക്. അപ്പൊ പുള്ളി ഇവിടുത്തെ സുപരിചിതനാണ്. ഈ തിരുവനന്തപുരം എല്ലാവർക്കും അറിയാം. ഈ തിരുവനന്തപുരം ജില്ലയിലും കിഴക്കേക്കോട്ടായിരുന്നാലും തമ്പാനൂരായിരുന്നാലും ആ പുള്ളി കണ്ണൂരുകാരനാണ്. പക്ഷെ പുള്ളി പാർട്ടി പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് 40 വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ട് തിരുവനന്തപുരത്ത്. അത് ആ പുള്ളി ഇങ്ങനെ കോളേജിലുള്ള ഒക്കെ SOFI എന്നല്ല മറ്റുള്ള എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥികളും ഈ പുള്ളിയെ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്ക് വോട്ട് ചെയ്യുമെന്നുള്ള ഉറപ്പാണ്. ചേട്ടന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഇല്ല. പക്ഷേ പുള്ളി കഴിഞ്ഞ വർഷത്തെ കാട്ടിയും ഭൂരിപക്ഷം കുറഞ്ഞായിരിക്കും ഇപ്പം ജയിക്കുക. പന്ന്യൻ രവീന്ദ്രൻ അവിടെ തെരഞ്ഞെടുപ്പിൽ വിജയം സ്വന്തമാക്കുമെന്നുള്ളതാണ് ഇപ്പൊ ചേട്ടൻ സംസാരിച്ചത്. ചേട്ടാ നമസ്കാരം. എന്താണ് ആ ചിരി കണ്ടോ മുഖത്ത്? രാവിലെ എങ്ങോട്ടാണ് ജോലി? എവിടെയാ? അരശമ്പൂട. എന്താ ചെയ്യണേ? ഞാൻ ടൈൽസിന്റെ വർക്കാണ്. അതുകൊണ്ട് വലിയ വെയില് പ്രശ്നം ഉണ്ടാവോ? വെയില് ചിലപ്പോ പുറത്താണെങ്കിൽ വെയില് കൊള്ളും, അകത്താണെങ്കിൽ വെയിലില്ല. ഗ്ലാമറിനൊന്നും കുറവില്ലല്ലോ. ഗ്ലാമർ പോണത്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പൊക്കെ എങ്ങനെ പോകുന്നത്? തെരഞ്ഞെടുപ്പൊക്കെ അങ്ങനെ പോണു. അരശമ്പൂട്ടിലൊക്കെ ചൂടായോ തെരഞ്ഞെടുപ്പിന്റെ? ഇലക്ഷൻ 3 സ്ഥാനാർത്ഥികളും ശക്തമായിട്ടുണ്ടോ? 3 പേരുണ്ട്. ത്രികോണ മത്സരമാണ്. 3 പേരുണ്ട്. രഹസ്യമായിട്ട് ആർക്കാണ് സാധ്യത? വോട്ട് ചെയ്യുന്ന പറയണ്ട, സാധ്യത പറയിച്ചത്. സാധ്യത അത് പറയാറായിട്ടില്ല. ഇല്ല. ഇപ്പൊ ആദ്യഘട്ടത്തിൽ ആരാ മുന്നിൽ എന്ന് പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റില്ല. അത് തുടങ്ങിയല്ലേ ഉള്ളൂ. ഇനിയിപ്പോ അങ്ങോട്ട് പോകാതെ അറിയാൻ പറ്റുള്ളൂ. ഈ നിലവിലത്തെ അവസ്ഥയിൽ നിലവിലത്തെ MP എങ്ങനെയുണ്ട്? അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? നേരത്തെ ശശി തരൂരാണെന്ന് അവിടെ ഉണ്ടായിരുന്നത്. അതെ. പുള്ളി എങ്ങനെയുണ്ട്? മണ്ഡലത്തിൽ സജീവമായിരുന്നോ? കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ചേട്ടാ നടക്കട്ടെ. ശരി. അപ്പോൾ രാവിലെ ഈ തെരഞ്ഞെടുപ്പ് വർത്തമാനം വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ കിഴക്കേക്കോട്ടയിലേക്ക് ഇറങ്ങിയത്. രാവിലെ ആളുകൾ ജോലിക്ക് പോകുന്ന തിരക്കിനിടയിൽ തന്നെ അവർ നമ്മൾ സംസാരിക്കുന്നു. ചേച്ചി തന്നെ ഗുഡ് മോർണിംഗ്. എവിടെ ജോലിക്ക് പോകാണോ? എന്താ ചെയ്യണേ? കോസ്മോയിലോ? ഓക്കെ. എവിടെ വീട്? എവിടെ ചേച്ചിയുടെ വീട്? എവിടെയാ? 3 പേരും വെങ്ങാനൂരാണോ? ആണോ? അപ്പൊ എങ്ങനെയാ ഈ മഴ പെയ്തിട്ട് ചൂട് കുറവൊക്കെ ഉണ്ടോ? രാത്രി മഴയൊക്കെ ഉറങ്ങാൻ പറ്റി? ചേച്ചിക്കോ? ശരി. ഞാനേ ഈ തെരഞ്ഞെടുപ്പിന്റെ ചൂടോട് ചോദിക്കാൻ വേണ്ടി വന്നത്. വോട്ട് ചെയ്യില്ലേ? വോട്ട് ചെയ്യില്ലേ? എന്താ ജനാധിപത്യത്തിന് വിശ്വാസമല്ലേ? നഷ്ടപ്പെട്ടു പോയി. അതെന്താ കാരണം? ഇത്രമാത്രം തിക്താനുഭവം എന്നാണ് ചേച്ചി ജനാധിപത്യത്തിൽ നിന്ന്? ചേച്ചി വോട്ട് ചെയ്യില്ലേ? വോട്ട് ചെയ്യും. ഒരു സാധ്യത എന്താ തോന്നുന്നത്? പറയാൻ പറ്റില്ല. കടുത്ത മത്സരമാണോ? ടൈറ്റാണ്. തിരുവനന്തപുരം ടൈറ്റാണ് അല്ലേ? ഓക്കെ. ത്രികോണ മത്സരം അല്ലേ? ചേച്ചിക്ക് പ്രതീക്ഷ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഞാനൊന്നും പറയൂല. അതാണ് ചേച്ചി, ഞാനൊന്നും പറയില്ല. ശരി. അപ്പം ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ നിർത്താനുകളൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇങ്ങനെ രാവിലെ തന്നെ തിരക്ക് പിടിച്ച് നീങ്ങുകയാണ് കിഴക്കേക്കോട്ടയിലെ ബസ് സ്റ്റാൻഡ്. ചേച്ചി ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്നെ ശേഷം മഴയൊക്കെ പെയ്തോണ്ട് ചൂടൊക്കെ കുറഞ്ഞോ? ചെറുതായി പെയ്തോളോ? വീട് എവിടെയാ? മണക്കാടോ? മുട്ടക്കാട്. ഓക്കെ. ഇപ്പൊ രാവിലെ
ജോലിക്ക് പോകണം. എവിടെയാ? ഗൗരീശ്വരത്ത്. ഓ ശരി. എങ്ങനെയാ തെരഞ്ഞെടുപ്പൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? എങ്ങനെയുണ്ട് തിരുവനന്തപുരത്തെ മത്സരം? ഇപ്പൊ 3 സ്ഥാനാർത്ഥികൾ, ശശി തരൂര്, രാജീവ് ചന്ദ്രശേഖർ, പന്നിൻ രവീന്ദ്രൻ. ആണോ? കഴിഞ്ഞ പ്രാവശ്യവും അതിന് മുന്നത്തെ തവണയും ശശി തരൂർ ആയിരുന്നല്ലോ. എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? ബസ് വന്നു, വേഗം പോകാം. ബസ് വന്നു ചേച്ചിയുടെ, അല്ലെങ്കിൽ ചേച്ചിയുടെ ബസ് നമ്മൾ നഷ്ടപ്പെടുന്നത് ശരിയല്ലല്ലോ. ഓക്കെ, അപ്പോ രാവിലെ തന്നെ തെരഞ്ഞെടുപ്പ്. ഗുഡ് മോർണിംഗ്. രാവിലെ ജോലിക്ക് ഇറങ്ങുകയാണ്? പഠിക്കുകയാണ്? വിദ്യാർത്ഥിയാണ്. അപ്പൊ നമ്മളെ ഈ യുവാക്കളുടെ ഒരു മനസ്സോട് അറിയാൻ വേണ്ടി എങ്ങനെയുണ്ട് ഈ ഇലക്ഷൻ തിരുവനന്തപുരത്ത്? ടൈറ്റാണോ? ത്രികോണ മത്സരം എന്നൊക്കെ പറയുന്നത് ശ്രദ്ധിക്കാറുണ്ടോ? ആദ്യ വോട്ടാണ് ഇത്തവണ? വോട്ട് ചെയ്യാൻ പോകില്ലേ? പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഇനി ആൾക്കാർ വോട്ട് ചെയ്യാൻ പോകുന്നതെന്ന്? ഇല്ല, അത് ഏറ്റവും അവസാന സമയത്ത് തീരുമാനിക്കുള്ളൂ അല്ലേ? ഏറ്റവും ഒടുവില് ഏത് കോളേജിലാണ് പഠിക്കുന്നത്? നിഷില്. ഞങ്ങൾ തൊട്ടടുത്തുണ്ട്. ഞങ്ങളുടെ ഓഫീസ് തൊട്ടടുത്ത് തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നിഷില് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. എന്തായാലും അതിന്റെ തീരുമാനമായിട്ടില്ല, വരും, പയ്യെ തീരുമാനം എടുക്കാന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും നമ്മൾ ഇന്ന് സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന സെഗ്മെന്റിലേക്ക് പോവുകയാണ്. അവിടെ ഇന്ന് ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള രമ്യ ഹരിദാസ് ആണ് ഒപ്പം ചേരുന്നത്. നമുക്ക് കാണാം രമ്യ ഹരിദാസിന്റെ പ്രതീക്ഷ എന്താണ് ആലത്തൂരിൽ പ്രചാരണത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ. സ്ഥാനാർത്ഥിക്കൊപ്പം ഇന്ന് ആലത്തൂർ മണ്ഡലത്തിലാണ്. സിറ്റിംഗ് MPയും UDF സ്ഥാനാർത്ഥിയുമായ രമ്യ ഹരിദാസ് ആണ് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. എന്തായാലും പ്രചാരണം ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. ആദ്യഘട്ടം പൊതുവെ വോട്ടർമാരുടെ പ്രതികരണം എങ്ങനെയാണ്? കാരണം കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് നമ്മൾ അവരിൽ ചേർന്നൊന്ന് അവരുടെ ഒരു കുടുംബാംഗമായി അവരുടെ സുഖദുഃഖങ്ങളിൽ ചേർന്നുകൊണ്ട് പോകുന്ന ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിലും ഇപ്പോൾ ഒരു വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോഴും കാരണം അവരുടെ ഒരു എന്താ പറയാ വലിയ പിന്തുണയോട് കൂടി തന്നെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ ആവേശത്തോട് കൂടിയിട്ടാണ് അവർ നമ്മൾക്ക് നൽകുന്ന ഒരു പിന്തുണ. ഓരോ പ്രദേശങ്ങളിലും ഇപ്പോൾ ഒരു ടൗൺ ആകട്ടെ, ഒരു ചെറിയ കൊച്ചു കടയാവട്ടെ, ചായക്കടയാവട്ടെ, അല്ലെങ്കിൽ ഒരു തൊഴിലിടമാകട്ടെ, ഇപ്പം മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവർ വലിയ ആവേശത്തോടു കൂടി വലിയ പ്രാർത്ഥനയും പിന്തുണയും നൽകിക്കൊണ്ട് തന്നെയാണ് നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ചു പറയുവാൻ സാധിക്കും ആലത്തൂർ പാർലമെന്റ് മണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം തന്നെയാണ്. പൊതുവെ ഈ ഒരു ഇടതുമുന്നണിക്ക് അനുകൂലമായി നിന്നതാണ്. അത് കഴിഞ്ഞ തവണ ആ ഒരു അവരുടെ ഒരു പ്രതീക്ഷ തന്നെ തകർത്തുകൊണ്ടാണ് താങ്കൾ വിജയിക്കുന്നത്. അതിനുശേഷം ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളിലൊക്കെ എത്രത്തോളം ഒരു മികവാർന്നൊരു വികസന പദ്ധതികൾ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പ്രത്യേകിച്ച് ക്ഷേമ പദ്ധതികൾ, സാധാരണക്കാർക്ക് ലഭിക്കാവുന്ന ആനുകൂല്യങ്ങൾ, സാധാരണക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ, അതുപോലുള്ള ക്ഷേമ പദ്ധതികളൊക്കെ എത്രത്തോളം നടപ്പാക്കാൻ കഴിഞ്ഞു? കാരണം 2 വർഷം കോവിഡിന്റെ സമയത്ത് നമ്മുടെ MP ലാഡ്സ് കട്ട് ചെയ്തു പോയി. പക്ഷെ അതിനുശേഷം ലഭ്യമായിരിക്കുന്ന തുകകൾ മുഴുവനും ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിലെ 56 പഞ്ചായത്ത്, 3 മുനിസിപ്പാലിറ്റി ഉൾക്കൊള്ളുന്ന 7 നിയോജകമണ്ഡലം, പ്രത്യേകിച്ച് തമിഴ്നാടിന്റെ അതിർത്തി മുതൽ അങ്ങ് മലപ്പുറം ജില്ലയുടെ ആലങ്കോട് പഞ്ചായത്ത് വരെ നീണ്ടുകിടക്കുന്ന എല്ലാ പഞ്ചായത്തുകളിലേക്കും ചെറുതും വലുതുമായിരിക്കുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും അത് നടപ്പിലാക്കുന്നതിനും അത് പൂർത്തീകരിക്കുന്നതിനും കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികളുണ്ട്. നമ്മുടെ മണ്ഡലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നിരവധി, ഇപ്പൊ നാഷണൽ ഹെൽത്ത് മിഷൻ പോലെ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പോലെ തുടങ്ങുന്ന ഒത്തിരി പദ്ധതികൾ, PMGSY പോലെയുള്ള പദ്ധതികളെല്ലാം നമ്മുടെ മണ്ഡലത്തിലേക്ക് നമുക്ക് ആവശ്യപ്രകാരമായിട്ട് ജനങ്ങളും ജനപ്രതിനിധികളും ആവശ്യപ്പെട്ട പരമാവധിയായിട്ടുള്ള പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അറിയാലോ, പാലക്കാട് ജില്ലയിൽ 4 നിയോജകമണ്ഡലം, തൃശ്ശൂർ ജില്ലയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് 2 ജില്ലാ ഭരണകൂടങ്ങളാണ്. വളരെ എന്താ പറയാ, അതെല്ലാം പൂർത്തീകരിക്കുന്നു. ഇപ്പൊ ജില്ലാതലത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളുടെ അവലോകനം നടക്കുന്ന സമയത്ത് കളക്ടറും അതിന് നേതൃത്വം കൊടുക്കുന്ന ടീം അംഗങ്ങളാണെങ്കിലും നമ്മുടെ മണ്ഡലവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയത്തിനകത്തൊക്കെ അവർ വളരെ പരിപൂർണമായിട്ടുള്ള പിന്തുണ തന്നിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ അതിന്റെ മോണിറ്ററിംഗ് സംവിധാനവും അത് വളരെ കൃത്യമായിട്ട് നടത്തുവാനും പരിപൂർണമായിട്ട് അത് പൂർത്തീകരിക്കുവാനും സാധിച്ചിട്ടുണ്ട്. എനിക്ക് അതിൽ കളക്ടറോടും 2 കളക്ടർമാരോടും എനിക്ക് പാലക്കാട് ജില്ലയിലെ ചിത്ര മേഡം ആണെങ്കിലും തൃശ്ശൂർ കളക്ടറാണെങ്കിലും, കാരണം നമ്മുടെ പദ്ധതികൾ എന്ന് പറയുന്നതിന്റെ അതിന്റെ എന്താ പറയാ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ നിയമപരമായിരിക്കുന്ന എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി അത് മുഴുവൻ വിനിയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അത് എന്താ പറയാ അതിന്റെ അനുമതി
നൽകുന്നതിന് വേണ്ടിയിട്ട് വളരെ കൃത്യമായിട്ട് വളരെ സ്പീഡായിട്ട് അതിൽ വളരെ പിന്തുണ നൽകിയ ആളുകളാണ് എന്നുള്ളത് എടുത്തു പറയുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ചെല്ലുമ്പോൾ നമുക്കറിയാം, കാരണം മുഴുവൻ തുകയും അനുമതിയും അംഗീകാരവും നേടിയെടുക്കാൻ അവരുടെ ഒരു സഹായമില്ല എങ്കിൽ നമുക്കത് കഴിയില്ല. കാരണം രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് മിക്ക പഞ്ചായത്തുകളും നമ്മളോട് അതിന് ചേർന്ന് നിന്നു എന്നുള്ള 1-2 പഞ്ചായത്തുകളിൽ ചില രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അതിനപ്പുറത്തേക്ക് ഇതിനോടൊപ്പം ചേർന്ന് നിന്നിരിക്കുന്ന ഒട്ടനവധി ഇടതുപക്ഷ അനുഭാവികൾ പ്രവർത്തിക്കുന്ന പഞ്ചായത്ത്, അതിന് നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്തുകൾ പോലും നമ്മുടെ പദ്ധതികൾ വിനിയോഗിക്കുന്നതിന് പരിപൂർണമായിട്ടുള്ള ഒരു പിന്തുണ നമുക്ക് നൽകിയിട്ടുണ്ട്. മോദി സർക്കാർ തന്നെ അധികാരത്തിൽ വരുമോ എന്നുള്ളതും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ സജീവമാണ്. വലിയ തോതിൽ ഫാസിസവും അതുപോലെ തന്നെ അസഹിഷ്ണുതയും ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള രാഷ്ട്രീയപരമായ കാര്യങ്ങളാണോ മണ്ഡലത്തിലുള്ളവരോട് പറയുന്നത്? അതിനപ്പുറത്തേക്ക് ഈ ഒരു വികസന തുടർച്ച, ഒരു MP എന്നുള്ള നിലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത വികസനത്തിന്റെ തുടർച്ചയ്ക്ക് വിജയിപ്പിക്കണം എന്നാണോ ആവശ്യപ്പെടുന്നത്? കാരണം ഇതിൽ നമ്മൾ വികസന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ജനങ്ങളെടുത്ത് ചെല്ലും, അവർക്കറിയാലോ നമ്മുടെ ഫണ്ടുകൾ എത്തിയിരിക്കുന്ന പ്രദേശങ്ങളൊക്കെ. അപ്പൊ അത് അവർ തന്നെ നമ്മളോട് ഇങ്ങോട്ട് പറയും. അപ്പൊ നമ്മൾ ആ വികസനങ്ങളുടെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ അവരോട് പറയും. പിന്നെ കഴിഞ്ഞ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജനങ്ങൾ തന്നെ ആവശ്യപ്പെട്ട് അവർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്തതൊക്കെ വരും നാളുകളിൽ നമുക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നുള്ളത് നമുക്ക് ജനങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. അപ്പം നമ്മളെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചയും ഇതിനോടൊപ്പം നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ജനങ്ങളുടെ അടുത്തെത്തുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് ഇത്തവണ ജയിക്കേണ്ടത് ഈ രാജ്യത്തിന്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നതിനാണ്. ഇപ്പൊ നമ്മൾ 1-2 ഇഫ്താറുകളിലൊക്കെ ചെല്ലുന്ന സമയത്ത് നോമ്പ് തുറയിൽ പങ്കെടുക്കുമ്പോൾ പല ആളുകളും നമ്മുടെ കൈപിടിച്ച് പറയുന്നുണ്ട്, രാഹുൽ ഗാന്ധി വന്നാലേ നമ്മുടെ ആ പഴയ മതേതരത്വവും ആ സൗഹൃദവും ആ സ്നേഹവും ഒക്കെ ഊട്ടിയുറപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. നിങ്ങൾക്കറിയാലോ, എന്റെ പാർലമെന്റ് മണ്ഡലത്തിലെ ഒത്തിരി ഉത്സവങ്ങളുണ്ട്. പുത്രാളിക്കാവ് പൂരമാകട്ടെ, മച്ചാട് മാമാങ്കമാകട്ടെ, നെന്മാറ അല്ലെങ്കിൽ വേലയാകട്ടെ, ഇങ്ങനെ കാവശ്ശേരി പൂരം, അതേപോലെ പള്ളി നേർച്ചകള്, പള്ളികളുടെ വലിയ വലിയ എന്താ പറയുക ഇടവകകളുടെ ആഘോഷങ്ങൾ, പള്ളി പെരുന്നാളുകൾ ഒക്കെ നടക്കുന്ന സമയത്ത് അവിടെയൊക്കെ ഒരു വളരെയധികം മതസൗഹാർദ്ദമാണ്. പള്ളി നേർച്ച നടക്കുമ്പോൾ അവിടെ വെള്ളം കൊടുക്കാനും അവിടെ ഭക്ഷണം വിളമ്പിക്കൊടുക്കുവാനും ആ നേർച്ചയിൽ ഭാഗമായിട്ട് 5000 പേർക്കും 6000 പേർക്കുമൊക്കെ ഭക്ഷണം വെച്ചു കൊടുക്കുന്നതിലൊക്കെ എല്ലാ വിശ്വാസികളും ഉണ്ട്. അതിന് അങ്ങനെ പോകുന്ന ഒരു സ്ഥലമാണ്. ഇപ്പൊ വേലയാണെങ്കിലും നടത്തുമ്പോൾ ത്രാളിക്കാവ് പൂരം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ഒരുമിച്ച് നിന്നിട്ടാണ് ആ ഉത്സവം നടത്തുന്നത്. അപ്പൊ ആ ഉത്സവം നമ്മൾ എന്ത് ചെയ്യും, ഈ തുടർന്നു പോകുന്ന സമയങ്ങളിൽ അതിന് നേതൃത്വം കൊടുക്കുവാൻ രാഹുൽ ഗാന്ധിക്കും അതേപോലെ തന്നെ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കുമാണ് കഴിയുന്നത് എന്ന് കൃത്യമായിട്ട് ജനങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പ്രത്യേകിച്ച് BJP വലിയ ഫണ്ട് ബാങ്ക് അക്കൗണ്ടുകളൊക്കെ കോൺഗ്രസിന്റെ അക്കൗണ്ടുകളൊക്കെ ഫ്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ വലിയൊരു പ്രതിസന്ധി കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ ഫണ്ടിന്റെ കാര്യത്തിലുണ്ട്. നമുക്കറിയാവുന്നതാണ്, കേരളത്തിലെ മാത്രമുള്ള പ്രശ്നമല്ല, രാജ്യം ഒട്ടാകെ ഉള്ളതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ LDF ഭരിക്കുന്നു, അവർക്കും ഫണ്ടിന് വലിയ ബുദ്ധിമുട്ടില്ല, BJPക്കും ഫണ്ടിന് വലിയ ബുദ്ധിമുട്ടില്ല. ഈ ഒരു പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കാൻ കഴിയുന്നുണ്ട്? നിങ്ങൾക്കറിയാം, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു വലിയ ഒരു ഏകോപനത്തിലേക്ക് പോകുന്ന സമയത്തിൽ അസ്വസ്ഥരായിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഒരു മുഖ്യമന്ത്രിയെയൊക്കെ ഈ രീതിയിൽ ആക്രമിക്കണമെങ്കിൽ അല്ലെങ്കിൽ അത്തരം നടപടികളുമായിട്ട് പോകണമെങ്കിൽ അവരെത്രത്തോളം അസ്വസ്ഥരായിരിക്കും. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തും, മതേതരത്വത്തിന് കാവൽക്കാരാകാൻ ഇന്ത്യ മുന്നണി പോകുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് എടുക്കുന്ന നടപടികളാണ് ഈ കഴിഞ്ഞ രാത്രിയിലൊക്കെ ഉണ്ടായിരിക്കുന്ന സംഭവം. കേജ്രിവാളിന്റെ വിഷയം ഉൾപ്പെടെ വന്നിരിക്കുന്നത്. അതുകൂടാതെ തന്നെ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കോൺഗ്രസുമായി ചേർന്ന് നിൽക്കുന്ന മുൻകാലങ്ങളിലെ MLA മാര് അല്ലെങ്കിൽ MP മാര് അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന അല്ലെങ്കിൽ പൊതുവായിട്ട് നിൽക്കുന്ന ആളുകളെ ഒക്കെ ഭീഷണിപ്പെടുത്തിയും അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിച്ചും ഒക്കെ ചെയ്യുന്ന ഒത്തിരി സാഹചര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. അതെല്ലാം വലിയൊരു പ്രതിസന്ധി. പക്ഷെ ഞാൻ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഏറ്റവും സാധാരണക്കാരായിരിക്കുന്ന താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന ബൂത്ത് പ്രസിഡന്റ് ആകട്ടെ, വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് ആകട്ടെ, ബൂത്ത് ലെവൽ ഏജന്റായിട്ട് പ്രവർത്തിക്കുന്നവരാകട്ടെ, പാർട്ടിയുടെ ഭാരവാഹികൾ, മണ്ഡലം, ബ്ലോക്ക്, ജില്ലാ ഭാരവാഹികളെല്ലാം ഇപ്പൊ അവരുടെ എന്താ പറയുക, ഇപ്പൊ കലാകാരന്മാര് നമ്മുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ടവർ അവർ ചുമരെഴുത്തിയിട്ടും അവർ തന്നെ പോസ്റ്റർ ഒട്ടിച്ചിട്ടും ഒക്കെ ഒരു പ്രവർത്തനം നടത്തുന്ന രീതിയിലാണ് നമ്മുടെ മണ്ഡലങ്ങളിൽ പോകുന്നത്. മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യത്തിന്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കുവാൻ നേതൃത്വം കൊടുക്കുന്ന രാഹുൽ ഗാന്ധിയോടൊപ്പം കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിർത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ഏത് രീതിയിലും
പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുക എന്ന് പറയുന്ന രീതിയിൽ സാധാരണക്കാരൻ ചേർന്ന് നിൽക്കുക. പൊതുവെ നിൽക്കുന്ന ആളുകൾ, കാരണം അവർക്ക് ഒരു രാഷ്ട്രീയമില്ലെങ്കിൽ പോലും അവർ പോലും പറയുകയാണ് നമ്മളുടെ അടുത്ത്, ദേ ഇന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഒന്നുകൂടി വീണ്ടും എത്തിച്ചേരേണ്ടതുണ്ട്, ഇന്ന സ്ഥലങ്ങളിൽ ഇത്തരം പ്രധാനപ്പെട്ട വ്യക്തികളെ നമ്മൾ ഒന്നുകൂടി കാണേണ്ടതുണ്ട് എന്ന് പൊതുജനങ്ങൾ തന്നെ പറയാണ്. കാരണം അതിന്റെ ആവശ്യം എന്താണ്? അവർക്കും ആ തിരിച്ചറിവാണ്. കാരണം ഈ രാജ്യത്തിന്റെ ഒരു മതേതരത്വം, നാളെ ഇന്ന് നമ്മൾ വിശ്വസിക്കുന്നു, ഇന്ന് നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, എനിക്ക് എങ്ങനെ ജീവിക്കണം അത് ഞാനാണ് തീരുമാനിക്കുന്നത്. അപ്പൊ ആ എന്റെ സ്വാതന്ത്ര്യത്തിൽ ആരെങ്കിലും നാളെ കത്തിവെച്ചാൽ എനിക്ക് ഭയമാണ്. കാരണം അത് ഓരോ ആളുകളും ചിന്തിക്കുകയാണ്. നമ്മുടെ വിശ്വാസം, നമ്മുടെ ജീവിത രീതി, അതെല്ലാം നമ്മൾ തീരുമാനിക്കുന്ന ആ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കുവാൻ കഴിയും. ജയിച്ചത് ഇത്തവണ വലിയ വിജയപ്രതീക്ഷ ഉണ്ടല്ലോ, അപ്പോൾ ഭൂരിപക്ഷം എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? കാരണം ഞാൻ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണ്, കഴിഞ്ഞ തവണ എന്നെ കണ്ടും കേട്ടും അറിഞ്ഞ് വോട്ട് ചെയ്ത ആളുകളാണ്. പ്രത്യേകിച്ച് ന്യൂസ് 18 ചാനൽ പോലെയുള്ള ചാനലുകളിലൂടെ, നിങ്ങൾ നടത്തിയ സംവാദങ്ങളിലൂടെ, നിങ്ങൾ പറഞ്ഞ നല്ല വാക്കുകളിലൂടെ എന്നെ ഹൃദയത്തിലേറ്റിയിരിക്കുന്ന ആളുകളാണ്. പക്ഷെ ഇത്തവണ 2024 പോകുമ്പോൾ നിങ്ങൾ പറഞ്ഞ വാചകങ്ങളിൽ നിന്ന് അവർ തന്നിരിക്കുന്ന അവസരങ്ങളിൽ അവരോടൊപ്പം ചേർന്ന് നിന്നിരിക്കുന്ന ആ ഒരു പിന്തുണ, ആ ഒരു പ്രാർത്ഥന തുടർന്നും മുന്നോട്ട് നൽകുകയാണ്. ഇപ്പൊ അവര് നമ്മളെ നേരിട്ട് കണ്ട്, നേരിട്ട് സംസാരിച്ച്, നേരിട്ട് ചേർന്ന് നിന്നുകൊണ്ട്, നേരിട്ട് സംവാദങ്ങൾ നടത്തിക്കൊണ്ട് നമ്മളോടൊപ്പം യാത്ര ചെയ്യാണ്. അപ്പം നമ്മളോട് വീണ്ടും പറയുകയാണ്, നമ്മൾ തന്നെയാണ്, നമ്മളെ ജയിക്കൂ. അത് കോൺഗ്രസിനൊപ്പം എല്ലാ ആളുകളും ആ തീരുമാനമെടുത്തു. ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലേക്ക് തന്നെ ആലത്തൂർ പാർലമെന്റ് മണ്ഡലംകാർ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് രാഹുൽ ഗാന്ധിയോടൊപ്പം ഇന്ത്യ മുന്നണിക്കൊപ്പം ചേരുവാൻ ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം ചേർന്ന് നിൽക്കും. എന്തായാലും ഈ തിരക്കുകൾക്കിടയിൽ ന്യൂസ് 8 വേണ്ടി അല്പസമയം ചെലവഴിച്ചതിന് നന്ദി. താങ്ക് യു. ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ആലത്തൂരിൽ നിന്ന് രമ്യക്കൊപ്പം ചേർന്നതാണ് ബിനേഷ്. എന്താണെങ്കിലും നമ്മൾ ഇപ്പോൾ ഇതുപോലെ ഈ കിഴക്കേക്കോട്ടയിൽ നിന്നുള്ള കാഴ്ചകളുമായിട്ടാണ് നമ്മൾ കാണുന്നത്. കിഴക്കേക്കോട്ടയിൽ ഒരുപാട് പേർ ഇങ്ങനെ തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ വർത്തമാനങ്ങളൊക്കെ ആയിട്ട് ചേർന്ന് നോക്കിയത്. പക്ഷേ പലരും ഇങ്ങനെ ജോലിക്ക് പോകുന്ന തിരക്കിലോട് സംസാരിക്കാനുള്ള സാവകാശമില്ലാത്തതാണ്. ഇരിക്കുന്നു ചേട്ടാ, ഗുഡ് മോർണിംഗ്. എവിടെ നിന്ന് വരുന്നത്? നെടുമങ്ങാട് നിന്നാണ് വരുന്നത്. എങ്ങോട്ടാ എല്ലാവരും കൂടി? ഞങ്ങള് മധുരയിൽ പോയിട്ടുണ്ട്. മധുര പോയിട്ട് വരുന്നതാണോ? ശരി. എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? അവിടെ ചൂടുണ്ടായിരുന്നോ? നല്ല ചൂടാണ്. എങ്ങനെ ക്ഷേത്ര അല്ല അരവിന്ദ് ആശുപത്രി പോയി. ശരി. അപ്പളേ ഇവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പൊക്കെ എങ്ങനെയാണ്? സജീവമായോ? തെരഞ്ഞെടുപ്പ് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നെടുമങ്ങാടൊക്കെ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പരിപാടി കണക്കെ തന്നെ. അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ സജീവമായി തുടങ്ങിയല്ലോ? എല്ലാ മുന്നണികളും എങ്ങനെ? തിരുവനന്തപുരത്ത് 3 മുന്നണികളും സജീവമാണോ? അവിടെ ഇവിടെ അവിടെയൊക്കെ ആണ്. എന്താ ഒരു സാധ്യത ചേട്ടൻ തോന്നുന്നു? സാധ്യത എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിലാണ് ഞാനാണെങ്കിൽ വോട്ടിടാൻ പോകുന്നില്ല. വോട്ടിടാൻ പോകുന്നില്ലേ? അതിന് വോട്ടിടണ വേണ്ടി ചേട്ടന് വേണ്ടിട്ട്? എനിക്ക് വേണ്ടിയിട്ടുണ്ട്. എനിക്ക് വേണ്ടി ആയിരുന്നത് ഇത് ജനാധിപത്യ രാജ്യം. ജനാധിപത്യം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം അവരവരെ കീശ വേർപ്പിക്കാനുള്ള ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പോണില്ല എന്ന് പറയാണ്ടിരിക്കുക. എന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അതായത് ചേട്ടൻ വോട്ടിക്കില്ലേ? വോട്ട് ചെയ്യാൻ പോകും അല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത്രമാത്രം മോശം അനുഭവം എന്താ ഈ വോട്ട് ചെയ്ത്? മോശം അനുഭവം എന്നല്ല, ഇപ്പം ഏത് കാര്യം നേരെ പോകണം, ഏത് കാര്യമാണ് പോണത്. പക്ഷെ അതുകൊണ്ട് വോട്ട് ചെയ്യാത്ത കാര്യമുണ്ടോ? എന്തിനു കൊടുക്കണേ? അല്ലെങ്കിൽ ഇവിടെ രാജഭരണമൊക്കെ വരണ്ടേ ചേട്ടാ? രാജഭരണം ഇതിനെക്കാരും എന്ത് ഡീസന്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുള്ള, അല്ല എനിക്ക് അറിഞ്ഞൂടാ. ആണോ? ഇത്തവണ വോട്ട് ചെയ്യാൻ പോണില്ല തീരുമാനിച്ചു? കഴിഞ്ഞ തവണ വോട്ട് ചെയ്തില്ലേ? ചെയ്തു. അപ്പൊ ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിലാണോ പിന്നെ വേണ്ടെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്? അതിന് മുമ്പ് ഒരു പ്രാവശ്യം വിട്ടില്ല, പോയില്ല. അങ്ങനെ ഇരിക്കുകയാണ്. ഈ നോട്ടാന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നോട്ടുണ്ട്. അങ്ങനെ പോണെങ്കിൽ അങ്ങനെ അതിന് കൊടുക്കും. ഓക്കെ. ചേട്ടന്റെ ഒരു പ്രതീക്ഷ എന്താണ്? ചിലവും BJP ജയിക്കും എന്നാണ് പ്രതീക്ഷ. ആണല്ലേ? ഓക്കെ. അപ്പൊ ഒരു മാറ്റത്തിന് സാധ്യതയുണ്ടെന്നല്ലേ? ശരി. ഇവിടെ ഒരു തമിഴ് പത്രമൊക്കെ ആണ്. എവിടെന്നാ വരുന്നത്? ആണോ? വോട്ട് ഇവിടെ തന്നെയാണോ? நம்ம வீடு ஒன்றும் இல்லை, சொந்த தமிழ்நாட்டிலேருந்து வந்து கொஞ்ச நாளாச்சு. வீட்டில் பிடக்கத்தை வந்தது. வந்துட்டு பின்ன இங்கே தான் வெளியூர் இப்போ எட்டுக்காடுக்கு ஒரு ஜோலி ஆகும். பள்ளியில் போயிட்டு ഇവിടെ വോട്ടില്ല. വോട്ടില്ല. അവിടെ വോട്ടുണ്ടോ? അവിടെ വോട്ടർക്കൊന്നും അറിയില്ല. ഒരുപാട് നാളായി പോട്ട് വോട്ടർക്ക് സമയം தான்.
நாளாக அடி கொடுக்க போறான்ல புதுப்பிக்க முடியும் இப்போ நாளாகும் போது எப்படின்னு தெரியல. ശരി ശരി ഓക്കെ. എന്തായാലും ഇതുപോലെ ഈ രാവിലെ തന്നെ കിഴക്കേക്കോട്ടയിൽ നിന്നുള്ള വർത്തമാനങ്ങൾക്കൊക്കെ മോർണിംഗ് വൈബ്സ് തുടരുകയാണ്. നമ്മളൊരു ചെറിയ ഇടവേളയിലേക്ക് പോകാം. മോർണിംഗ് വൈബ്സിൽ ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്തുമ്പോൾ നമ്മൾ ഇവിടുത്തെ വർത്തമാനങ്ങൾ, മറ്റ് റിപ്പോർട്ടുകൾ, ലൈവുകളും ഒക്കെ ചേരാം. എന്നാലും മോർണിംഗ് വൈബ്സിൽ ഇടവേളയിലേക്ക് പോകുന്നു. ബ്രേക്ക്. Okay then. ഓക്കെ, എന്തായാലും മോർണിംഗ് വൈബ്സ് തുടരുകയാണ്. മോർണിംഗ് വൈബ്സ് വീണ്ടും തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ ആയിട്ടാണ് നിങ്ങൾ ചേരുന്നത്. മോർണിംഗ് വൈബ്സ് കിഴക്കേക്കോട്ടയിൽ ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ തന്നെ. ചേട്ടാ നമസ്കാരം. ഏട്ടാ വീട് എവിടെയാണ്? ആറ്റാല്. രാവിലെ ഇറങ്ങിയത് മോനായിട്ട് ജോലിക്ക് വേണം. കുഞ്ഞിനെ കൊണ്ടുപോകുന്നത്? ഓ, അപ്പോൾ ഒറ്റയ്ക്ക് വീട്ടിലിരുത്താതിരിക്കാനാ? ഓക്കെ, എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പൊക്കെ വന്നിട്ട്? ഞാൻ ഇറങ്ങിയില്ല, ഇറങ്ങണം. ഞാൻ BJP കാരനാണ്. അങ്ങനെ BJP പ്രവർത്തകർക്ക് ഇത്തവണ പ്രതീക്ഷയുണ്ടോ? എന്താ അവസ്ഥ? ഇതുണ്ടെന്ന് തോന്നുന്നു, കാണണം. ഇപ്പോഴത്തെ ഭരണം അങ്ങനത്തെ ഭരണമായിട്ട് രാജീവ് ചന്ദ്രശേഖർ വന്നിട്ട് സാധ്യത മുന്നിൽ പറയുന്നുണ്ടോ? പറഞ്ഞുണ്ട്. ഞാൻ ഇത് ഇറങ്ങിയില്ല, ഇനിയിപ്പോൾ ഇറങ്ങണം. ശരി ശരി. എന്തായാലും ജോലി നടക്കട്ടെ കേട്ടോ. ഏത് സ്കൂളാണ് പഠിക്കണേ? നെടുങ്കാടാ. എത്രാം ക്ലാസ്സിൽ? 5ാം ക്ലാസ്സിൽ. പേരെന്താ? രഞ്ജിത്ത്. ഭയങ്കര ഗൗരവക്കാരനാണോ? അല്ല. ശരി, ഓക്കെ. അപ്പൊ എന്തായാലും നിരവധിയായിട്ടുള്ള ഇതുപോലത്തെ വാർത്തകൾ വർത്താനങ്ങളൊക്കെ. ചേട്ടാ നമസ്കാരം. അയ്യോ, അങ്ങോട്ട് പോക്കോളാം, എന്റെ അടുത്ത് വരണ്ടെന്നാ ചേട്ടാ പറഞ്ഞേ. അണ്ണാ നമസ്കാരം. നമസ്കാരം. എവിടുന്നാ വരുന്നത്? തമിഴ്നാട്, വേലൂർ. അവിടെ എങ്ങനെ ഇലക്ഷൻ ചൂടൊക്കെ ആയോ? ഫാസ്റ്റാ இருக்கு, நல்லா இருக்கு. நல்லா இருக்கு. ക്ലൈമറ്റ് ചൂടാ? Climate very hot. Tamil Nadu, Vellore. So hot. So what about the elections there? எலெக்ஷன் இன்னும் கரெக்டான யாருமே இது சொல்லலை. ஃபாஸ்ட்டாக தான் இருக்கு. இன்னும் எதுன்றது இப்போ இருக்கிறது பார்த்தா பிஜேபிக்கு ஓரளவுக்கு இருக்கிற மாதிரி ஒரு வால்யூம் இருக்க மாதிரி இருக்கு தமிழ்நாட்டில் இருக்கா? ஓகே. ஸ்டாலின் ப்ரொமினன்ட் opposition லீடர் இல்ல? ஆமாம். யார்? எடப்பாடியா? MK ஸ்டாலின். ஆமாம், ஸ்டாலின். MK ஸ்டாலின் இன்ஃப்ளூயன்ஸ் இல்லை தமிழ்நாட்டில்? இருக்கு. இப்போ நியூவாக வராங்க, புதுசாக அண்ணாமலை வந்திருக்காரு, புதுசாக சொல்கிறாங்க. ஒரு சேஞ்சஸ் இருந்தால் நல்லா இருக்கும், அவ்வளோதான். எல்லாருக்கும் ஒரு சேஞ்சஸ் இருந்தால் நல்லா இருக்கும்னு எதிர்பார்க்குறோம். ഓക്കെ, താങ്ക് യു. തമിഴ്നാട്ടിലെത്തിയ ചേട്ടനാണ് സംസാരിച്ചത്. എന്നാലും തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരുപാട് പേര് ഇവിടെ, നമുക്കറിയാലോ ഈ പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുന്ന ഒരുപാട് പേരുണ്ട് തമിഴ്നാട്ടിൽ നിന്നൊക്കെ. അപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നാലും നമ്മളിനി മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. നമ്മൾ ഈ വിപ്ലവ ഗാനങ്ങൾ ഒക്കെ വളരെ സജീവമാണല്ലോ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയങ്ങളിൽ. അത് കാലാകാലങ്ങളായിട്ട്, വർഷങ്ങളായിട്ടുള്ളതാണല്ലോ. ഈ സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി നേരിട്ട് പാടി വോട്ട് ചോദിച്ച PK മേദിനി ഉൾപ്പെടെയുള്ള ഒരുപാട് പേർ ഇടത് വിപ്ലവ ഗായികമാരെ നമുക്കറിയാം. അപ്പോൾ ഈ മേദിനി ഉൾപ്പെടെയുള്ളവർ അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ്. വിപ്ലവ ഗാനങ്ങൾ എങ്ങനെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്രമാത്രം എങ്ങനെ ഉപയോഗിച്ചിരുന്നു, അതിൻ്റെ ഒരു ആവേശമൊക്കെ പങ്കുവെക്കുകയാണ് PK മേദിനി. ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ മറക്കാനാവാത്ത മുഖമാണ് PK മേദിനിയുടേത്. പാർട്ടി നിരോധിക്കപ്പെട്ട കാലഘട്ടം മുതൽ തന്നെ പ്രചരണായുധമായിരുന്നു മേദിനിയുടെ പാട്ടുകൾ എല്ലാ കാലത്തും. പഴയ ഓർമ്മകളിലൂടെ ഒന്ന് കടന്നു പോവുകയാണ് PK മേദിനിയും ഞങ്ങളും. പഴയ ഓർമ്മകൾ അല്ലേ? ഇപ്പോഴും സജീവമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം സജീവമാകുന്നത് വോട്ട് ചെയ്യാൻ അവകാശമില്ലായിരുന്ന കാലത്ത് ആ വോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സമരങ്ങൾ നടത്തിയ ഓർമ്മയാണ് മനസ്സിലുള്ളത്. രാജവാഴ്ച അവസാനിപ്പിക്കുക, ദിവാൻ ഭരണം അവസാനിപ്പിക്കുക, പ്രായപൂർത്തി വോട്ടവകാശം എന്നുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള സമരങ്ങളാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ. അപ്പം അതുകൊണ്ട് പഴയ കാലങ്ങളെക്കുറിച്ച് ഓർക്കാതിരിക്കാനൊക്കെയില്ല. എന്നാൽ എല്ലാം അതിന് ശേഷം വന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കൊടി, ചുവന്ന കൊടി, അതിൻ്റെ മുൻപിൽ നിന്ന് പാടാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും ഒക്കെയുള്ള ഒരു ബ്ലഡ് സർക്കുലേഷനാണ് എൻ്റെത്. അങ്ങനെ തന്നെ ഞാൻ പറയുന്നത്. ഇപ്പോഴുള്ള രക്തം അങ്ങനെ തന്നെയാണ്. കാരണം എനിക്ക് മുൻപേ കടന്നു, ഞാനിപ്പോൾ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് പറയാം, എനിക്ക് മുൻപേ കടന്നു പോയ എത്രയോ ഈ ഓഫീസിലൊക്കെ ഇരിക്കുമ്പോഴേ കെ മീനാക്ഷി, കാലിക്കുട്ടി ശാട്ടി, അങ്ങനെ എത്രയോ പഴയ സഹാക്കളുടെ ഓർമ്മകൾ. അതൊക്കെ ഞാൻ കുട്ടിയാണെന്ന് പറഞ്ഞാൽ ഞാനൊരു പാട്ടൊക്കെ പാടി പോവും. പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ഒട്ടേറെ ആളുകൾ, അവരുടെ ആരുടെയും പേര് എവിടെയും വെച്ചിട്ടില്ല, പക്ഷെ ജനമനസ്സിലുണ്ട്, എല്ലാവർക്കും എല്ലാ മനസ്സിലുമുണ്ട്.
അപ്പം അതിൻ്റെ അവരുടെയൊക്കെ കൂടെ സഹന സമരത്തിൻ്റെയും സഹന ശക്തിയുടെയും പ്രവർത്തനത്തിൻ്റെയും ഭാഗമാണ് ഇന്ന് ഇപ്പം ഈ കറണ്ട് ഇലക്ഷൻ. അന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസം, അന്ന് തൊഴിലാളി വർഗത്തിൻ്റെ ഐക്യനിര, എല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകളും എല്ലാം ഒന്നിച്ച് നിൽക്കും. തിരുവിതാംകൂർ എന്നൊക്കെ പറഞ്ഞാൽ അറിയാം, കയർ തൊഴിലാളികളുടെ മൂവ്മെന്റ് ഒക്കെ ഏറ്റവും കൂടുതൽ നടന്ന സ്ഥലമാണ്. നമ്മുടെ ആലപ്പുഴയിലാണ് അത്രയും വലിയൊരു സമരം നടന്നത്. ഏറ്റവും കൂടുതൽ സമരങ്ങൾ നടന്നത്, ഏറ്റവും യൂണിയൻ ഉണ്ടായിരുന്നത് കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ, കരണ്ട് ആൻഡ് ഓയിൽ വർക്കേഴ്സ് യൂണിയൻ, എല്ലാ രക്ഷാ തൊഴിലാളി യൂണിയൻ, ഇപ്പോഴും എല്ലാ യൂണിയനുണ്ട്. യൂണിയൻ ഉണ്ടെന്നല്ലാതെ ആ യൂണിയന്റെ പോളിറ്റിക്സ്, ആ സംഘടനയുടെ ചുമതല എന്നെത്ര പേർക്ക് അറിയാവുന്ന എനിക്ക് അറിഞ്ഞൂടാ. രജിസ്ട്രേഷനിലുണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയില്ല, നമ്മൾ കേൾക്കാറുണ്ട് എപ്പോഴും നല്ല സംഘടനയാണെന്ന്. എങ്ങനെയാ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്? തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയുള്ള ഒരു പരിപാടി അന്ന് എനിക്ക് തോന്നുന്നു കലയും വിപ്ലവവും ഒക്കെ ഇടകലർന്ന് അത് ആശയങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഈ പാട്ടുകൾ വലിയൊരു ഘടകമായിരുന്നു. പാട്ടും കലയും ഒക്കെ ഉണ്ട്. നാടകങ്ങളും കല അത് അതാത് കാലങ്ങളിലെ പോളിറ്റിക്സ് അനുസൃതമായിട്ടുള്ള നാടകങ്ങൾ എഴുതും, ആ നാടകങ്ങൾ അവതരിപ്പിക്കും. അപ്പം അതുകൊണ്ട് ആ നാടകം കാണുമ്പം എന്തിനു വേണ്ടിയാണ് വോട്ട് ചെയ്യേണ്ടത്, എന്തിനു വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത്, ആ നാടകം അവസാനിക്കുമ്പോൾ അറിയും. അതുകൊണ്ട് ആളുകൾ അവിടെ ഇഷ്ടം പോലെ കൂടും. പ്രസംഗത്തെക്കാളേറെ പാട്ടും കലാപരിപാടിയാണ്. പാട്ടിലെ ആശയങ്ങൾ അങ്ങനെയാണ്. ഇപ്പം ഏത് പാട്ടും അതുപോലുള്ള പാട്ടുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്ടി പണപ്പെട്ടി ഒട്ടിയ വേർതൻ വീര്യമെല്ലാം കണ്ടു, പിന്നെ ആരോടെ ചോദിച്ചിരിക്കുന്ന മണിമാളിയെ മാടമിനെതിരെ ഉണർന്നു. അതാണ് അത് ടി.വി. തോമസ് ഒക്കെ പരാജയപ്പെട്ട സമയത്ത് പണാധിപത്യമാണ് ആ ഒരു തെരഞ്ഞെടുപ്പിനെ പരാജയപ്പെടുത്തിയതെന്നുള്ള കാര്യങ്ങളെ അല്ലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പാടിയ പാട്ടാണ് അല്ലേ? അതിപ്പോഴും അത് തന്നെയാ. എന്തായിരുന്നു അതിന്റെ വരികൾ? എന്തായിരുന്നു പെട്ടി പണപ്പെട്ടിയുടെ? പെട്ടി പണപ്പെട്ടി ഒട്ടിയ വയർതൻ വീര്യമെല്ലാം കണ്ടോ കണ്ടോ, മണിമാളികെ പുൽമാടമെന്നെതിരെ ഉണർന്നു. പെട്ടി പണപ്പെട്ടി എന്നിട്ട് പറയാ, ഒരു ഭാഗം പണപ്പെരുമാൾ, മറുഭാഗം മർദ്ദിതർ അടരാടാൻ നിൽപ്പൂ, നാടാകെ പുരോഹിതരും മുതലാളി വർഗവും ജനമർദ്ദനത്തിനു മാർഗദർശികളാ. അത് അന്നും ഇന്നും എന്നും അറിയിക്കുന്നുണ്ട്. പണാധിപത്യ ശക്തി, ജാതി, മതങ്ങൾ എല്ലാം വോട്ടിന് സ്വാധീനിക്കും. ജനാധിപത്യം അന്ന് ഇതുപോലെ തന്നെ പാർട്ടി അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഈ ടി.വി. തോമസിന്റെയൊക്കെ ഒരു പരാജയമായിരുന്നു. അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു, അതായത് ഈ പാട്ടിലൂടെ നമ്മൾ എങ്ങനെയാണ് പരാജയപ്പെട്ടതെന്ന് ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, സംവദിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ എങ്ങനെയായിരുന്നു പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിരുന്നത് ഈ പാട്ട് പാടാൻ വേണ്ടി? പാട്ട് പാടാൻ ഗണവർമ്മ ക്ഷേത്രവും ശിവജൈന മദാനവും ഒക്കെയാണെന്നുള്ളത് എല്ലാവരും പോയി പാടി, ആളുകൾ ഇതെല്ലാം കേൾക്കാൻ വരുന്നുണ്ടായിരുന്നു. അന്ന് മൈക്കില്ലെങ്കിലും ആളുകൾ, ഞാൻ പറഞ്ഞില്ലേ, സംഘടിത ശക്തി എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. തൊഴിലാളി വർഗം, തൊഴിലാളികൾക്ക് ഒരു വർഗബോധം ഉണ്ടായിരുന്നു. അത് ബാർബർ തൊഴിലാളി ആയാലും കൊള്ളാം, രക്ഷാത്തൊഴിലാളി ആയാലും കൊള്ളാം, ഏത് കരണ്ട് ആൻഡ് ഓയിൽ, ഏറ്റവും കൂടുതൽ കയർ ഫാക്ടറി തൊഴിലാളി. കയർ മേഖല എപ്പോൾ തകർന്നോ ആ കാലത്തിന് ശേഷം ഒരു സംഘടിത ശക്തി എന്നുള്ളതിലേക്ക് നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ വ്യാവസായിക പുതിയ മേഖലകളിൽ ഉള്ള പഴയ കാലങ്ങളിൽ നിന്ന് മാറി 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 വന്നപ്പോൾ നമുക്ക് ആശയപരമായിട്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് നമ്മുടെ പ്രസംഗത്തെക്കാളേറെ പാട്ടിനേക്കാളേറെ ചിന്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വന്നു. അന്നത്തെ കാലത്ത് പക്ഷേ ഒരു കാര്യമുണ്ട്, നിരോധിതമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ ഘട്ടത്തിലാണ് പി.കെ. മേദിനെ പോലുള്ള സ്ത്രീകളൊക്കെ ഈ പ്രചരണവുമായി ഇറങ്ങുന്നത്, ഇതിന്റെയൊക്കെ വക്താക്കളാവുന്നതൊക്കെ. പി.കെ. മേദിനി മാത്രമല്ല, ഗൗരിയമ്മയുടെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മള് ഒരു കാലഘട്ടത്തിന്റെ തെരഞ്ഞെടുപ്പിലൊക്കെ ഗൗരിയമ്മ വരുന്നു, ഗൗരിയമ്മ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ ഞാൻ തിങ്ങും ഭയങ്കരമായിട്ട്. കാരണം ഗൗരിയമ്മ എവിടെ നിന്ന് വന്നതാ? ഗൗരിയമ്മ ഒരു പാവപ്പെട്ട വീട്ടിലെ ആളല്ല. ഗൗരിയമ്മ ലാ കോളേജിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നേരെ ഇറങ്ങി വരുന്നത് പൊതുപ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. പ്രിയങ്കരനായ സാവ് പി കൃഷ്ണപിള്ളയെ കാണുകയും കൃഷ്ണപിള്ളയായിട്ട് കൃഷ്ണപിള്ള ശിക്ഷണത്തിലാണ് ഗൗരിയമ്മയുടെ ആ ഒരു കാലഘട്ടത്തിലെ വലിയ വലിയ നേതാക്കന്മാരുടെ ഓർമ്മകൾ, അവരുടെ ഡിസിപ്ലിൻ, ഞാനത് അങ്ങനെ തന്നെ പറയുന്നു. ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തേ ഒക്കൂ. അത്തരത്തിലുള്ള ഒരു ചിട്ടയായ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു അല്ലേ? ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അത് എൻ്റെ മനസ്സിലും നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ വന്ന് സ്ട്രിക്റ്റ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് ഒക്കെയെന്ന് പറഞ്ഞാൽ ഞാൻ അല്ലേ.
ഇലക്ഷനാണ്. ഈ ഇലക്ഷൻ എങ്ങനെ നേരിടണം? ഒരു പാട്ടെങ്കിലും ഒരു പാട്ട് പാർട്ടിക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ പ്രയോജനപ്പെടട്ടെ എന്ന് ഇപ്പോഴും ചിന്തിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും. അതിപ്പോ എൻ്റെ ഒരു ജീവൻ നഷ്ടപ്പെടുന്ന കാലം വരെ, എൻ്റെ ഈ ശബ്ദം ഉള്ളിടത്തോളം കാലം വരെ ഈ കൊടിക്ക് വേണ്ടി, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പാടും, പറയും. അവിടെ ഞാൻ ആരുടെ മുമ്പിൽ തല കുനിച്ചിട്ടില്ല, തല കുനിക്കുകയില്ല. ഏറ്റവും റിസ്ക് ആയിട്ടുള്ള പരിപാടികൾ ഭയങ്കര പോലീസ് മർദ്ദനമൊക്കെ ആയിരുന്നല്ലോ ആ ഘട്ടത്തില്. അങ്ങനെയും നിങ്ങൾ എങ്ങനെയായി പ്രാക്ടീസ് ഒക്കെ ചെയ്തിരുന്നത്? അല്ല, പ്രാക്ടീസ് ഇപ്പൊ ഞാൻ ഈ വോട്ട് ചെയ്തിട്ടെടുത്തായിരുന്നു അന്നത്തെ പാർട്ടി ഓഫീസ്. അന്ന് VS അപ്പൊ ഞാൻ കോട്ടയത്ത് യോഗത്തിന് ചെല്ലണമെന്ന് പറഞ്ഞിട്ട് പോയേക്കും. അപ്പൊ അവിടെ അറസ്റ്റ് വാറണ്ട് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ട്. എന്നാലും പോയേക്കുള്ളൂ, പാർട്ടി തീരുമാനമാണ്, പോയേക്കുള്ളൂ. ചെന്ന് രാത്രി ഇവിടെ കിടന്ന് അറസ്റ്റ് ചെയ്തു. 12 മണി രാത്രിക്ക് 15 വയസ്സുള്ള എന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ കൊണ്ടുപോയ പടമാണ് ഈ അതിനകത്ത് പുസ്തകത്തുണ്ട്. പക്ഷെ അന്ന് പാർട്ടി പറഞ്ഞ് നമ്മൾ പോകും. ഇന്നിപ്പോ പാർട്ടി പറഞ്ഞ ആരോ പോവുക? ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന പാട്ടുകൾ ഏതായിരുന്നു തൊഴിലാളികള്? അങ്ങനെയല്ല, എന്താ ഒരുപാട് പാട്ടുകളുണ്ട്. അതിനകത്ത് അതാത് ബോണസ് കിട്ടണമെന്നൊക്കെ പറഞ്ഞുള്ള പാട്ടുകൾ കേട്ടാൽ നിങ്ങൾക്ക് പറയാം. അവിടുത്തെ ബോണസ് കിട്ടണം, ഇവിടുന്ന് ബോണസ് കിട്ടണം, പിന്നെ തുല്യജോലിക്ക് തുല്യം, ഇതൊക്കെ മുദ്രാവാക്യ പാട്ടുകളായിട്ടാണ് നമ്മൾ പാടുന്നത്. അല്ലാതെ പാട്ടിൻ്റെ അശിപ്പ യുദ്ധത്തിനെതിരെ ആസന്നമായി സജീവ സമരം ഭാരതഭൂമിയിലും ഫാസിസവർഗം കൊള്ളയടിപ്പ്, അങ്ങനെയുള്ള ഓരോ കാലഘട്ടത്തിനനുസരിച്ച് വേണം. പിന്നെ പക്ഷിക്ഷാമം വരുമ്പോൾ, പിന്നെ മർദ്ദന, നരവേട്ടക്ക് ആസന്നമായ, ഇതെല്ലാം മർദ്ദക, SK ദാസിയേട്ടൻ്റെ പാട്ട്. ഈ മർദ്ദക വീരന്മാരായിട്ടുള്ള പോലീസുകാർക്കെതിരായിട്ട് ആരെങ്കിലും പാട്ട് എഴുതുമോ? എഴുതി. മർദ്ദക നിന്റെ മരണം അണിയടിച്ച് വിശ്വമാകയും, നീ കുഴിച്ച കുഴിയിൽ നിന്നെ ഞങ്ങൾ മൂടിയിടും, നീ എടുക്കും ആയുധത്താൽ നിന്നെ ചുട്ടിടും, അതിന് നീ സ്വയം പടച്ചു വിട്ടു ഞങ്ങളെ. ഇപ്പൊ എന്തിനാ പാടിയിട്ട്? ദാസേട്ടന്റെ പാട്ടാ പേന. അതുപോലെ തന്നെ നരവേട്ടക്കാർ, MSPക്കാർ, അച്യുത പാപ്പാളി, OM ഖാദര്, നാടാർ രാമൻ, കുട്ടികൾ മന്നാടി, ഒന്നും തലപൊക്കില്ല ഇവിടെ, ചുണയന്മാരൻ, ചീനക്കുട്ടികൾ അവരുടെ മൂക്കിന്മേൽ കയറും കോർക്കുക. കാരണം ചൈനയിലെ ആ സംഭവവികാസത്തിൽ ലോകത്തെ എമ്പാടുമുള്ള രാഷ്ട്രങ്ങളിലെ ചുവന്ന കൊടിക്ക് അധികാരം കിട്ടുമ്പോൾ ഈ പതിരപ്പള്ളിയുള്ള നമ്മളും അറിയാതെ പാടും. ഇലക്ഷൻ വരുമ്പോൾ സുരേഷയുടെ പാട്ടുകളൊക്കെ ഒരു കാലത്ത് അസാധ്യമാണ്. KS ജോർജിൻ്റെ പാട്ട്, കുമരൻ്റെ അയ്യപ്പൻ്റെ പാട്ട്, കലൂർ ബാലൻ്റെ പാട്ട്. ഞാനിതൊക്കെ പറയുന്നത് അവരെല്ലാം കൂടെ ചേർന്നതാണ്. ഞാനിപ്പോൾ ഒരു മുത്തശ്ശിയുടെ അതിങ്ങനെ കഥ പറയുന്ന ഒരാളാണെങ്കിൽ അവരെ പറയാതെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അവരുടെയൊക്കെ ആളുകളുണ്ട്. ചേച്ചി പറഞ്ഞില്ലല്ലോ ഞങ്ങളുടെ ഒരാളുടെ വാക്കെന്ന്. അതുകൊണ്ട് കലൂർ ബാലൻ്റെയൊക്കെ പാട്ടെന്ന് പറഞ്ഞാൽ ഉച്ചരം പാട്ടാണ്. ഇദ്ദേഹം സംഗീതം ചെയ്തിരിക്കുന്ന കുമരൻ്റെ അയ്യപ്പൻ്റെ പാട്ടുകൾ, ഇലക്ഷൻ പാട്ടുകൾ അസാധ്യമാണ്. രാമൻകുട്ടിയാശാൻ്റെ പാട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പെട്ടി പണപ്പെട്ടി. ആ പാട്ടൊക്കെ കളിയാക്കി പാട്ടാണെങ്കിലും ആശ്വരമായിട്ട് ഇതുള്ള പാട്ടാണ്. പാട്ടുകൾ, നാടകങ്ങൾ, ഇതെല്ലാം ഒരുപക്ഷെ പ്രസംഗത്തെക്കാളേറെ ജനഹൃദയങ്ങളിലേക്ക് ഇങ്ങനെ എറിഞ്ഞു പിടിപ്പിക്കാൻ ഒക്കുന്നതായതുകൊണ്ടാണ് ഇപ്പോഴും ഒരു പാട്ട് പാടുമ്പം അതിനകത്ത് എനിക്ക് പോരായ്മയുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ കേട്ട് സഹിക്കാനുള്ള മനസ്സ് ജനങ്ങൾ എന്നോട് കാണിക്കുന്നുണ്ട്. ആ പാട്ടിലെ ആശയങ്ങളാണ്. അതുകൊണ്ട് റെഡ് സല്യൂട്ട് എന്നുള്ള പുന്നപ്രവല സ്മാരക ഹാളാണ്. അങ്ങനെ നമ്മൾ ഇരിക്കുന്നത് പുന്നപ്രവല സ്മാരക ഹാളാണ്. അപ്പോൾ ആ ഹാളിലിരുന്ന് ഞാൻ പറയുമ്പോൾ അവരെ ഓർക്കുകയാണ്. റെഡ് സല്യൂട്ട്, റെഡ് സല്യൂട്ട്, രക്തസാക്ഷി ഗ്രാമങ്ങളെ, പുന്നപ്രവയലാർ ഗ്രാമങ്ങളെ, പുളകങ്ങളെ, വീരപുളകങ്ങളെ, വീരകേരളത്തിൻ്റെ രോമാഞ്ചങ്ങളെ, വിപ്ലവ കൊടിയിലെ രക്തരേണുക്കളെ, നിങ്ങൾ തന്നോർമ്മയിൽ വിടർന്ന ചെങ്കൊടിയുമായി ഞങ്ങളായിരങ്ങളിന്നും നേർന്നതാണി റെഡ് സല്യൂട്ട്, ഞങ്ങളായിരങ്ങളിന്നും നേർന്നതാണി റെഡ് സല്യൂട്ട്. റെഡ് സല്യൂട്ട്, റെഡ് സല്യൂട്ട്, റെഡ് സല്യൂട്ട്. നിങ്ങൾ മരിച്ചു വീണ ഗ്രാമങ്ങളെ, നിങ്ങൾ തൻ രക്തവർണ്ണമാർന്ന പൂകൾ ഇന്നും തോരണങ്ങൾ തൂക്കിടുന്നോരാ, ഇന്നും തോരണങ്ങൾ തൂക്കിടുന്നോരാ ആരാമങ്ങളെ,
ആരാമങ്ങളെ ആരാമങ്ങളെ ആരാമങ്ങളെ. റെഡ് സല്യൂട്ട് പുനഃപ്രവേശന സമരത്തിൻ്റെ 75-80 വർഷം വരെയാണ്. ഇപ്പോഴും ആ പാട്ടിൻ്റെ പ്രസക്തി അസാധ്യമാണ്. കന്യാകുമാരി രാമേന്ദ്രൻ എഴുതി ഇവിടുത്തെ സരസിൻ്റെ ഒരനിയൻ സംഗീതം ചെയ്ത പാട്ടാണത്. ഇത് സംഗീതം ചെയ്ത കുമരനായപ്പനാണ്. നല്ല പാട്ടാണ്. എന്നും ഈ പാട്ടൊരു ജീവിതം ഉണ്ടാവും. പിന്നെ എൻ്റെ മറ്റൊരു പാട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഈ NSSൻ്റെ പിള്ളേരൊക്കെ പാടുന്ന പാട്ടാണ് മനസ്സൊന്നാവട്ടെ മത. ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ ഒരു പാട്ട്. കാരണം ജാതി മതങ്ങൾ മുൻപൊരിക്കലും ഇല്ലായിരുന്നു. ഇപ്പോൾ ജാതിയായി. എല്ലാവർക്കും പ്രത്യേകം ജാതി, വോട്ട് ജാതി അടിസ്ഥാനത്തിൽ എണ്ണ തിട്ടപ്പെടുത്തുന്നു. പണ്ട് പത്രോസ് ചേട്ടനായാലും കേശവനായാലും മുഹമ്മദായാലും എല്ലാവരും ഒന്നിച്ചാണ് സമരത്തിന് പോയത്. ഈ കാലത്ത് വളരെ ഇപ്പോൾ വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും പുതിയ ഒരു കാലഘട്ടത്തിൽ കുട്ടികളുടെ മനസ്സിലെങ്കിലും ആ വിഷം മാറട്ടെ എന്ന് കരുതി ഇപ്പം എല്ലാ കുട്ടികളും ഒന്നിച്ച് മനസ്സൊന്നാവട്ടെ എന്നുള്ള പാടുന്നുണ്ട്. അവിടെ ജാതിയോ മതമോ ഒന്നും ഇല്ലാത്ത തരത്തിൽ നമ്മുടെ കുടുംബശ്രീയിൽ വരെ മനസ്സൊന്നായിട്ടുള്ള പാട്ട്. അപ്പോൾ ആ പാട്ട് കാലഘട്ടത്തിൻ്റെ ഒരു പാട്ടാണ്. മുല്ലനേരി സാറിൻ്റെ പാട്ടാണ് കവിത. അതുകൂടെ ഒന്ന് പാടാം. മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലുമാവട്ടെ മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാണ്ടു വിടരട്ടെ. മനസ്സു നന്നാവട്ടെ സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണാഭ പരന്നാൽ സുരബില ജീവിത മാധുരി വിശ്വം സമസ്തമരുളുകയല്ലോ. ഓ മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലുമാവട്ടെ മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാണ്ടു വിടരട്ടെ. മനസ്സു നന്നാവട്ടെ സത്യം ലക്ഷ്യമതാവട്ടെ ധർമ്മം പാതയതാവട്ടെ. സത്യം ലക്ഷ്യമതാവട്ടെ ധർമ്മം പാതയതാവട്ടെ. ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികരുടെ ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികരുടെ കൈകളണങ്ങിടട്ടെ. മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലുമാവട്ടെ മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൺപൂ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ മനസ്സു നന്നാവട്ടെ മനസ്സു നന്നാവട്ടെ. മനസ്സ് നന്നായ എല്ലാം റെഡിയാകും. ധനാധിപത്യ ശക്തിയും ജനാധിപത്യ ശക്തിയും തമ്മിലുള്ള അന്തരം കുറയ്ക്കുക, മനസ്സ് നന്നാകുക, ജാതിമത ചിന്തകൾക്ക് പണ്ടങ്ങനെ ആയിരുന്നു. എന്താണെങ്കിലും പി കെ മേദിനി പറഞ്ഞതുപോലെ മനസ്സ് നന്നായാൽ എല്ലാം റെഡിയാവും. വളരെ കൃത്യമാണ്. മനസ്സ് നന്നാവട്ടെ, അത് മതം ഏതെങ്കിലും ആവട്ടെ, നിറം ഏതെങ്കിലും ആവട്ടെ, മനസ്സ് നന്നാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് മോർണിംഗ് ബൈസ് ഇവിടെ പൂർത്തിയാക്കുകയാണ്. വീണ്ടും മറ്റു കാഴ്ചകളും ശേഷികളുമായി നാളെ വീണ്ടും ചേരാം. മോർണിംഗ് ബൈസ് തൽക്കാലം ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് ഇവിടെ പറയുന്നു. ബൈ. അതിന് തെളിവുകൾ. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്, 100 years of trust. നമസ്കാരം. ഇനി ഇലക്ഷൻ വൈബിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയിരിക്കുകയാണ് രാജ്യം. ഒപ്പം തന്നെ സംസ്ഥാനവും വലിയ ആവേശത്തോടെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് തലസ്ഥാനത്ത് നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. തലസ്ഥാനത്ത് നമ്മളോടൊപ്പം എൽദോ പോൾ പുതുശ്ശേരി ചേരുന്നുണ്ട്. എൽദോ, വലിയ ആവേശമാണ്. ഇന്നലത്തെ മഴയോടുകൂടി കുറച്ചൊരു ആശ്വാസം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുണ്ടായി എന്ന് തന്നെ വേണം കരുതാൻ. എങ്ങനെയാണ് തിരുവനന്തപുരത്ത് രാവിലെ തന്നെ പ്രചരണ പരിപാടികളൊക്കെ ആരംഭിച്ചോ? എന്താണ് വൈബ്?
ധന്യ, ഗുഡ് മോർണിംഗ്. നമ്മൾ രാവിലെ മോർണിംഗ് വൈബ്സുമായി തിരുവനന്തപുരത്തേക്ക് ഇറങ്ങി. നമ്മൾ തിരുവനന്തപുരത്ത് പ്രധാനമായും കിഴക്കേക്കോട്ട പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെയുള്ള ജനങ്ങളോട് സംസാരിച്ചപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് മണ്ഡലം എത്തി എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഇപ്പൊ ധന്യ പറഞ്ഞതുപോലെ ഒരു മഴയുടെ ആശ്വാസത്തിന്റെ ഒരു കുളിർമ അവരുടെ എല്ലാവരുടെ മുഖത്തുണ്ടായിരുന്നു. ദീർഘനാളായിട്ടുള്ളൊരു വേനലിന്റെ അതികാഠിന്യത്തിന് ഒരു ചെറിയ ശമനം കിട്ടിയതിന്റെ സന്തോഷം. പക്ഷേ ചിലരൊക്കെ കാര്യമായി മഴ പെയ്തില്ല എന്നുള്ള പറയുന്ന ആളുകളെയും നമ്മൾ കണ്ടു. ഇതിനോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ചൂടിന്റെ കാര്യം ചോദിച്ചപ്പോഴും തെരഞ്ഞെടുപ്പ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അതിൽ പ്രതികരണങ്ങൾ അത് സമ്മിശ്രമായിരുന്നു. ഏറ്റവും പ്രധാനമായി എനിക്ക് തോന്നിയത് ഈ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് തിരുവനന്തപുരം മണ്ഡലം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു പൊതു അഭിപ്രായം. പ്രത്യേകിച്ചും ഏറ്റവും മികച്ച മത്സരം നടക്കുന്നത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്താണ് തന്നെ വിശ്വസിക്കുന്നു ഇവിടുത്തെ ജനങ്ങൾ. മൂന്ന് മുന്നണികളും ഒപ്പത്തിനൊപ്പം നിന്ന് പോരാടുന്നുണ്ട്. ഒരു കൃത്യമായിട്ട് ത്രികോണ മത്സരമാണ് എന്നും അവർ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പോൾ NDAക്ക് വേണ്ടി രാജീവ് ചന്ദ്രശേഖറും UDF വേണ്ടി ശശി തരൂരും LDF വേണ്ടി പന്ന്യൻ രവീന്ദ്രനും അണിനിരക്കുന്ന ഈ തിരുവനന്തപുരം മണ്ഡലത്തിലെ പോരാട്ടം അത് മൂന്ന് മുന്നണികളും ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടത്തിലേക്ക് ആദ്യഘട്ടങ്ങളിൽ എത്തുന്നു. ഇനി പ്രത്യേകം എടുത്ത് നോക്കിയാൽ ശശി തരൂരും പന്ന്യൻ രവീന്ദ്രനും കൂടുതൽ സജീവമായി വരുന്നതേ ഉള്ളൂ ഈ റോഡ് ഷോയും അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള ഗൃഹ സന്ദർശനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക്. അപ്പോൾ അതിനേക്കാൾ ഉപരി ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യം നോക്കുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ അതിവേഗത്തിൽ വീടുകൾ കയറിയിറങ്ങിയുള്ള ഒരു ഘട്ടത്തിലേക്കാണ് ശ്രമിക്കുന്നത്. ഇന്നലെയൊക്കെ വട്ടിയൂർക്കാവ് ഭാഗത്ത് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായിരുന്നു. അപ്പോൾ അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. രാവിലെ ഏതാണ്ട് 8 മണിയോടുകൂടിയാണ് എല്ലാ സ്ഥാനാർത്ഥികളും ഈ പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുന്നത്. അതായത് ചൂട് വന്ന് തുടങ്ങുമ്പോൾ തന്നെ ആ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അവരും എത്തുകയാണ്. പിന്നീട് അത് വൈകിട്ട് 8 മണി 9 മണി 10 മണി ചില സമയങ്ങളിൽ രാത്രിയുള്ള കൂടിക്കാഴ്ചകൾ മീറ്റിങ്ങുകൾക്ക് ശേഷം 2 മണി വരെ നീണ്ടുപോകുന്ന ഒരു വളരെ ലെങ്തി ആയിട്ടുള്ള ഷെഡ്യൂളിലേക്കാണ് എല്ലാ സ്ഥാനാർത്ഥികളുടെയും പോക്ക്. എന്താണെങ്കിലും ഈ സാധാരണ ജനങ്ങളിൽ അവരോടൊക്കെ ചോദിക്കുമ്പോഴൊക്കെ എല്ലാവരും പറയുന്ന ഒരു കാര്യം തെരഞ്ഞെടുപ്പ് അത് ചൂടിലേക്ക് എത്തി, പക്ഷേ വോട്ട് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാൻ ഞങ്ങൾക്ക് ഇനിയും സമയമുണ്ടല്ലോ എന്നുള്ളത് പറയുന്നുണ്ട്. മത്സരിക്കുന്ന ആളുകൾ, മൂന്ന് മുന്നണിയുടെയും സ്ഥാനാർത്ഥികൾ, പ്രവർത്തകർ, ഇവരുടെയൊക്കെ ഒരു പ്രതീക്ഷ നിലവിൽ നമുക്കറിയാം 4-ാം അംഗത്തിനാണ് ശശി തരൂർ ഒരുങ്ങുന്നത്. ഒപ്പം തന്നെ ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ പന്ന്യൻ രവീന്ദ്രനുണ്ട്. ഒപ്പം ഇവിടെ ഒരു താമര വിരിയിക്കാം എന്നുള്ള ലക്ഷ്യത്തോടെ രാജീവ് ചന്ദ്രശേഖരുമുണ്ട്. പക്ഷേ നിലവിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൊക്കെ എങ്ങോട്ടാണ് കൂടുതൽ ആളുകൾ സംസാരിച്ചു തുടങ്ങുന്നത്? പല വിഷയങ്ങളാണ്, തലസ്ഥാനമാണ്, അതുകൊണ്ട് തന്നെ പല വിഷയങ്ങളും ശ്രദ്ധിക്കുന്ന ആളുകൾ കൂടിയുള്ളൊരു മണ്ഡലമാണ്. എങ്ങനെയാണ് നിലവിൽ ആർക്ക് അനുകൂലമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്? തന്നെ ഈ ആദ്യഘട്ടത്തിൽ ഒരു പ്രചാരണം അതിങ്ങനെ സജീവമായി നിൽക്കുമ്പോൾ നമ്മൾ ആദ്യം ഈ ആർക്കാണ് സാധ്യത, എന്താണ് പ്രതീക്ഷ എന്ന് ചോദിക്കുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്. മാറ്റത്തിന് സാധ്യതയുണ്ട്. പക്ഷെ അതേസമയം തന്നെ ആ മാറ്റത്തിന് സാധ്യതയുണ്ട് എന്ന് പറയുന്നവർ തന്നെ പറയുന്നു NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ നേരിടാൻ പോകുന്ന പ്രധാന വെല്ലുവിളി അദ്ദേഹത്തെ ഈ നഗര കേന്ദ്രീകൃതമായിട്ടുള്ള വോട്ടർമാർക്ക് പരിചിതമാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഇപ്പോൾ നെയ്യാറ്റിൻകര, പാറശാല പോലുള്ള ഭാഗങ്ങളിലുള്ളവർക്ക് അദ്ദേഹത്തെ എത്രത്തോളം പരിചിതമാണ്, അദ്ദേഹത്തെ തീരെ പരിചയമില്ല. അദ്ദേഹം ബാംഗ്ലൂരും കർണാടകയും കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. അതിനപ്പുറത്തേക്ക് അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയായിരുന്നു എന്നുള്ളതൊക്കെ കേട്ടറിവുണ്ട് എന്നുള്ളതല്ലാതെ ഈ മണ്ഡലത്തിൽ ഇവിടത്തുകാർക്ക് എത്രത്തോളം പരിചിതനാണ് എന്നുള്ള ഒരാശങ്ക അവർ പങ്കുവയ്ക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ ആ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ ഒരു പൊതുവായിട്ടുള്ള ഒരു സംസാരമായി ഉയർന്നു വന്നത് തന്നെയാണ്. അത് തന്നെ നിലനിൽക്കുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ. പക്ഷെ അപ്പോഴും ഈ ജനങ്ങളിൽ ഒരു ബഹുഭൂരിപക്ഷം ഒരു മാറ്റത്തിന് സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു. ഇനി പന്ന്യൻ രവീന്ദ്രൻ ഇവിടെ നേരിടുന്ന ഒരു അഡ്വാൻറ്റേജ്, അദ്ദേഹം ഒരു സാധാരണക്കാരൻ എന്നുള്ള ഇമേജ് നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ശശി തരൂർ കഴിഞ്ഞ 3 വട്ടമായിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് MP ആണ് എങ്കിൽ പോലും ശശി തരൂരിനും രാജീവ് ചന്ദ്രശേഖരനും ഉള്ള ഒരു ഇമേജ് അല്ല പന്ന്യൻ രവീന്ദ്രൻ. പന്ന്യൻ രവീന്ദ്രൻ എന്ന സാധാരണക്കാരൻ ഒരു പാർട്ടി ഓഫീസിൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റി ഓഫീസിൽ താമസിക്കുന്നു, ഒരു ചെറിയ മുറിയിൽ, ഏത് സമയത്തും ആർക്കും കയറി ചെല്ലാവുന്ന ഒരിടം, ഏത് ഫോൺ കോളും അറ്റൻഡ് ചെയ്യുന്ന, ഏത് ചായക്കടകളിലും സരസ് സംഭാഷണവുമായി ചേരുന്ന പന്ന്യൻ രവീന്ദ്രൻ കണ്ണൂരുകാരനാണെങ്കിൽ പോലും കഴിഞ്ഞ 40 വർഷമായി തിരുവനന്തപുരത്ത് സജീവമായിട്ടുള്ള പന്ന്യൻ രവീന്ദ്രൻ. ഇതാണ് ഒരു സാധാരണക്കാരുടെ വർത്തമാനം. അപ്പോൾ സാധാരണക്കാർക്ക് ഒരു ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് പന്ന്യൻ രവീന്ദ്രൻ മുതൽക്കൂട്ടാക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ തിരുവനന്തപുരത്തെ വോട്ടർമാർ കരുതുന്നത്. ഇനി ശശി തരൂർ ക്യാമ്പിനെ സംബന്ധിച്ച് അവർ അണിനിരത്തുന്നത് ഒരുപക്ഷെ വിമർശനങ്ങൾ ഈ മണ്ഡലത്തിൽ എത്താത്ത MP എന്നുള്ളതായിരിക്കാം. വോട്ടെടുപ്പിന് സമയത്ത് മാത്രം ചിരിച്ച് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എത്തുന്നു എന്നുള്ള വിമർശനങ്ങൾക്ക് വികസനത്തിന്റെ ഒരു പട്ടിക നിരത്തിക്കൊണ്ട് മറുപടി നൽകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവർ. മാത്രമല്ല ഈ പ്രചാരണ രംഗത്ത് നിൽക്കുമ്പോൾ
ഇദ്ദേഹത്തെ കാണാനെത്തുന്ന ഒരു വലിയ കൂട്ടമുണ്ട്. ഈ വലിയൊരു കൂട്ടം അദ്ദേഹത്തിന് നൽകുന്ന ആത്മവിശ്വാസവും ചെറുതല്ല. ശശി തരൂർ കാറിൽ നിന്നിറങ്ങി ഈ വീടുകളിലൊക്കെ സംസാരിക്കുമ്പോൾ ഒരുപാട് പേർ, സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ ചേർന്ന് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു കാഴ്ച എന്തായാലും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയൊക്കെ ശശി തരൂരിന്റെ ക്യാമ്പ് നിലനിർത്തുന്നു. അങ്ങനെ മൂന്ന് മുന്നണികളും പ്രതീക്ഷയിലാണ്. മൂന്ന് മുന്നണികളും നമുക്ക് പറയാൻ കഴിയില്ല. കഴിഞ്ഞ കുറി 3-ാം സ്ഥാനത്തായ ഇടതുപക്ഷം അതെങ്ങനെ തിരിച്ചു പിടിക്കും എന്നുള്ളതുണ്ട്. മറ്റൊന്ന് BJP പ്രധാനമന്ത്രി വരെ ഇറങ്ങിയ മണ്ഡലമാണ്. എങ്ങനെ BJP ഇത് പിടിക്കാം എന്നുള്ളതിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. സീറ്റ് നിലനിർത്തിയേ പറ്റൂ എന്ന് UDF-ഉം ചിന്തിക്കുന്നുണ്ട്. നന്ദി എൽദോ. ഇനി മറ്റ് ചില റിപ്പോർട്ടുകളിലേക്ക് കൂടി പോകാം. പാട്ടുകാരായ പല സ്ഥാനാർത്ഥികളെയും നമ്മൾ തെരഞ്ഞെടുപ്പുകളിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതുവരെ പാട്ടുകാരൻ എന്നറിയപ്പെടാത്ത ഒരു ഉഗ്രൻ ഗായകനെ ന്യൂസ് 18 പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഒരു സിനിമയിൽ പിന്നണി ഗായകനായി അരങ്ങേറ്റം നടത്തി കഥയും സ്ഥാനാർത്ഥി ന്യൂസ് 18നോട് പറഞ്ഞു. സസ്പെൻസ് നീട്ടുന്നില്ല. കേരള രാഷ്ട്രീയത്തിലെ ഒന്നാന്തരം പാട്ടുകാരൻ PJ ജോസഫിന്റെ പിൻഗാമികളിൽ ഒരാളായ കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജാണ് ആ പാട്ടുകാരൻ. പാട്ടുപാടി വോട്ട് തട്ടിയെടുക്കാൻ വന്നതല്ല ഫ്രാൻസിസ് ജോർജ്. കോട്ടയം കൈപ്പുഴ സെന്റ് ജോസഫ് കോൺവെന്റിൽ വോട്ട് തേടിയെത്തിയതാണ്. സദസ്സിലെ പാട്ടുകാരിയെ സിസ്റ്റർമാർ പരിചയപ്പെടുത്തിയതോടെ തങ്ങളുടെ സ്ഥാനാർത്ഥിയും പാടുമെന്ന് ഒപ്പം വന്ന UDF പ്രവർത്തകർ. എന്നാൽ കേൾക്കണമെന്നായി സിസ്റ്റർമാർ. അങ്ങനെ ഒരു ഭക്തിഗാനം തന്നെ പാടിത്തുടങ്ങി. നമ്മുടെ റൂബി ഒരു പാട്ട് പാടുന്നതായിരിക്കും. ആലത്തൂരങ്ങടി നമ്മൾ പോയി വരുമ്പോൾ ആകാശം തൊട്ട് തലോടുന്നൊരാൻ മരം കണ്ടെന്നേ, ആലിപ്പഴം പൂത്ത് നിറഞ്ഞത് കണ്ണാലെ കണ്ടേ ഞാൻ. തനിക്ക് ഭക്തിഗാനത്തിൽ മാത്രമല്ല പിടിയെന്ന് ഫ്രാൻസിസ് ജോർജ് ന്യൂസ് 18 മുന്നിൽ തെളിയിച്ചു. അങ്ങനെ അല്ലിയാമ്പൽ കടവിലേക്ക് ഒരു യാത്ര. അല്ലിയാമ്പൽ നരയ്ക്കു വെള്ളം നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പിൻ വള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. ഇതിനിടെ ആ രഹസ്യവും ഫ്രാൻസിസ് ജോർജ് വെളിപ്പെടുത്തി. താനൊരു പിന്നണി ഗായകൻ കൂടിയാണ്. പക്ഷേ സിനിമ പുറത്തു വന്നിട്ടില്ല. സത്യം പറഞ്ഞ ഒരു ഫിലിമിന് വേണ്ടിയിട്ട് ഒരു പിന്നണി ഗാനം തന്നെ ഞാൻ പാടിയിട്ടുണ്ട്. പക്ഷെ ഫിലിം പുറത്തു വന്നില്ല. ജോയി ചെമ്മാച്ചേരി പിടിക്കാൻ പോയ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്നെ ഒരു പാട്ട് പാടാൻ, തമിഴ് പാട്ടായിരുന്നു. അപ്പോൾ അത് പാടി റെക്കോർഡൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ അത് ഞാൻ ആ പാട്ട് തന്നെ മറന്നുപോയി. അത് പക്ഷെ സിനിമ പിടിച്ചില്ല. അപ്പോൾ ചുമ്മാ സൗഹൃദ ബന്ധത്തിൻ്റെ പേരിൽ ചുമ്മാ അങ്ങനെ പറഞ്ഞ് പാടി എന്നുള്ളതേ ഉള്ളൂ. ഞങ്ങളെ വല്ല പാർട്ടി ക്യാമ്പൊക്കെ വരുമ്പോഴൊക്കെ ചുമ്മാ അങ്ങനെ പാടും. ജോസഫ് സാറൊക്കെ പാടുന്ന കൂടെയൊക്കെ പാടുന്ന അല്ലാതെ ഉണ്ട്. ഞാനങ്ങനെ ഒറ്റയ്ക്ക് പാടാനൊന്നും പോയിട്ടില്ല. ഞങ്ങൾ വിദേശത്തൊക്കെ പോകുമ്പോൾ സാറിനെ എല്ലാവരും എവിടെ ചെന്നാലും ആളുകൾ പാട്ട് പാടാനാണ് പറയുക. പ്രസംഗിക്കാൻ പറയുന്നതൊക്കെ കൂടുതൽ സാറേ ഒരു പാട്ട് പാടണമെന്ന് പറയും. അപ്പോൾ അങ്ങനെ പാടുമ്പോൾ സാറിൻ്റെ കൂടെയൊക്കെ പാടിയിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. പാട്ടും പരിപാടിയും ഒക്കെ കഴിഞ്ഞെങ്കിലും താനൊരു പാട്ടുകാരനാണെന്ന രഹസ്യം പുറത്തായത് ഒരൽപ്പം ആശങ്കയോടെയാണ് ഫ്രാൻസിസ് ജോർജ് കാണുന്നത്. ഇനി പല വേദികളിലും പാട്ടുപാടണം എന്ന ആവശ്യം സ്വാഭാവികമായും ഉയരും. പൊതുവെ വരികൾ ഓർത്തുവെക്കാത്ത തനിക്ക് അതൊരു വെല്ലുവിളിയാകുമെന്നാണ് പ്രിയപ്പെട്ടവരുടെ രാജു ചേട്ടൻ പറയുന്നത്. ഞാൻ അതുകൊണ്ട് മിണ്ടാറില്ല. ഇതിന് പറയാൻ പോയി കഴിഞ്ഞാൽ വലിയ അവത്താണ്. ആളുകൾ പറയും പാട്ട് പാടാൻ പറയും. നമുക്ക് വല്ല പാട്ട് പറയാം. അല്ലിയാമ്പൽ നരയ്ക്കു വെള്ളം നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പിൻ വള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. ഒരു കാലത്ത് തെരഞ്ഞെടുപ്പിന്റെ ആവേശമായിരുന്നു വിപ്ലവ ഗാനങ്ങൾ. സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി നേരിട്ട് പാട്ടുപാടി വോട്ട് ചോദിച്ചവരാണ് PK മേദിനി ഉൾപ്പെടെയുള്ള ഇടത് വിപ്ലവ ഗായികമാർ.
സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടിയാണ് എല്ലാ കാലത്തും പാടിയിട്ടുള്ളതെങ്കിൽ തോറ്റ സ്ഥാനാർത്ഥിയുടെ പരാജയത്തിന്റെ കാരണം പാടി പ്രചരിപ്പിക്കേണ്ടി വന്ന വ്യത്യസ്തമായ അനുഭവവും കേരളത്തിന്റെ ഈ വിപ്ലവ ഗായികയ്ക്കുണ്ട്. 1960-ലെ ആ തെരഞ്ഞെടുപ്പ് ഓർമ്മകൾക്കൊപ്പം മാറി വന്ന കാലത്തിന്റെ അനുഭവങ്ങളും ന്യൂസ് 18 വേണ്ടി പങ്കുവയ്ക്കുകയാണ് പി കെ മേദിനി. ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ മറക്കാനാവാത്ത മുഖമാണ് പി കെ മേദിനിയുടേത്. പാർട്ടി നിരോധിക്കപ്പെട്ട കാലഘട്ടം മുതൽ തന്നെ പ്രചരണായുധമായിരുന്നു മേദിനിയുടെ പാട്ടുകൾ എല്ലാ കാലത്തും. പഴയ ഓർമ്മകളിലൂടെ ഒന്ന് കടന്നു പോവുകയാണ് പി കെ മേദിനിയും ഞങ്ങളും. പഴയ ഓർമ്മകൾ അല്ലേ, ഇപ്പോഴും സജീവമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം സജീവമാകുന്നത് വോട്ട് ചെയ്യാൻ അവകാശമില്ലായിരുന്ന കാലത്ത് ആ വോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സമരങ്ങൾ നടത്തിയ ഓർമ്മയാണ് മനസ്സിലുള്ളത്. രാജവാഴ്ച അവസാനിപ്പിക്കുക, ദിവാൻ ഭരണം അവസാനിപ്പിക്കുക, പ്രായപൂർത്തി വോട്ടവകാശം എന്നുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള സമരങ്ങളാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ. അപ്പം അതുകൊണ്ട് പഴയ കാലങ്ങളെക്കുറിച്ച് ഓർക്കാതിരിക്കാനൊക്കെയില്ല. എന്നാൽ എല്ലാം അതിനുശേഷം വന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കൊടി, ചുവന്ന കൊടി, അതിൻ്റെ മുൻപിൽ നിന്ന് പാടാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും ഒക്കെയുള്ള ഒരു ബ്ലഡ് സർക്കുലേഷനാണ് എൻ്റെത്. അങ്ങനെ തന്നെ ഞാൻ പറയുന്നത്. ഇപ്പോഴും ആ രക്തം അങ്ങനെ തന്നെയാണ്. കാരണം എനിക്ക് മുൻപേ കടന്നു, ഞാനിപ്പോൾ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് പറയാം, എനിക്ക് മുൻപേ കടന്നു പോയ എത്രയോ ഈ ഓഫീസിലൊക്കെ ഇരിക്കുമ്പോഴേ കെ മീനാക്ഷി, കാലിക്കുട്ടി ആശാട്ടി, അങ്ങനെ എത്രയോ പഴയ സഹാക്കളുടെ ഓർമ്മകൾ. അതൊക്കെ ഞാൻ കുട്ടിയാന്ന് പറഞ്ഞാൽ ഞാനൊരു പാട്ടൊക്കെ പാടി പോവും. പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ഒട്ടേറെ ആളുകൾ, അവരുടെ ആരുടെയും പേര് എവിടെയും വെച്ചിട്ടില്ല, പക്ഷെ ജനമനസ്സിലുണ്ട്, എല്ലാവർക്കും എല്ലാ മനസ്സിലും ഉണ്ട്. അപ്പം അതിൻ്റെ അവരുടെയൊക്കെ കൂടെ സഹന സമരത്തിൻ്റെയും സഹന ശക്തിയുടെയും പ്രവർത്തനത്തിൻ്റെയും ഭാഗമാണ് ഇന്ന് ഇപ്പം ഈ കറണ്ട് ഇലക്ഷൻ. അന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസം, അന്ന് തൊഴിലാളി വർഗത്തിൻ്റെ ഐക്യനിര, എല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകളും എല്ലാം ഒന്നിച്ച് നിൽക്കും. തിരുവിതാംകൂർ എന്നൊക്കെ പറഞ്ഞാൽ അറിയാം, കയർ തൊഴിലാളികളുടെ മൂവ്മെന്റ് ഒക്കെ ഏറ്റവും കൂടുതൽ നടന്ന സ്ഥലമാണ്. നമ്മുടെ ആലപ്പുഴയിലാണ് അത്രയും വലിയൊരു സമരം നടന്നത്. ഏറ്റവും കൂടുതൽ സമരങ്ങൾ നടന്നത്, ഏറ്റവും യൂണിയൻ ഉണ്ടായിരുന്നത് കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ, കരണ്ട് ആൻഡ് ഓയിൽ യൂണിയൻ, എല്ലാ രക്ഷാ തൊഴിലാളി യൂണിയൻ, ഇപ്പോഴും എല്ലാ യൂണിയൻ ഉണ്ടെന്നല്ലാതെ ആ യൂണിയന്റെ പോളിറ്റിക്സ്, ആ സംഘടനയുടെ ചുമതല എന്നെത്ര പേർക്ക് അറിയാവുന്ന എനിക്ക് അറിഞ്ഞൂടാ. രജിസ്ട്രേഷനിലുണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയില്ല, നമ്മൾ കേൾക്കാറുണ്ട് എപ്പോഴും നല്ല സംഘടനയാണെന്ന്. എങ്ങനെയാ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്? തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയുള്ള ഒരു പരിപാടി അന്ന് എനിക്ക് തോന്നുന്നു കലയും വിപ്ലവവും ഒക്കെ ഇടകലർന്ന് അത് ആശയങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഈ പാട്ടുകൾ വലിയൊരു ഘടകമായിരുന്നു. പാട്ടും കലയും ഒക്കെ ഉണ്ട്. നാടകങ്ങളും കല അത് അതാത് കാലങ്ങളിലെ പോളിറ്റിക്സ് അനുസരണമായിട്ടുള്ള നാടകങ്ങൾ എഴുതും, ആ നാടകങ്ങൾ അവതരിപ്പിക്കും. അപ്പം അതുകൊണ്ട് ആ നാടകം കാണുമ്പം എന്തിനു വേണ്ടിയാണ് വോട്ട് ചെയ്യേണ്ടത്, എന്തിനു വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത്, ആ നാടകം അവസാനിക്കുമ്പോൾ അറിയും. അതുകൊണ്ട് ആളുകൾ അവിടെ ഇഷ്ടം പോലെ കൂടും. പ്രസംഗത്തെക്കാളേറെ പാട്ടും കലാപരിപാടിയാണ്. പാട്ടിലെ ആശയങ്ങൾ അങ്ങനെയാണ്. ഇപ്പം ഏത് പാട്ടും അതുപോലുള്ള പാട്ടുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്ടി പണപ്പെട്ടി ഒട്ടിയ വേർതൻ വീര്യമെല്ലാം കണ്ടു, ആരോട് ചോദിച്ചിരിക്കുന്ന മണിമാളിയെ പുന്മാടമെന്നെതിരെ ഉണർന്നു, അതാണ്. അത് ടി വി തോമസ് ഒക്കെ പരാജയപ്പെട്ട സമയത്ത് പണാധിപത്യമാണ് ആ ഒരു തെരഞ്ഞെടുപ്പിനെ പരാജയപ്പെടുത്തിയതെന്നുള്ള കാര്യങ്ങളെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പാടിയ പാട്ടാണല്ലേ. അതിപ്പോഴും അത് തന്നെയാ. എന്തായിരുന്നു അതിന്റെ വരികൾ? എന്തായിരുന്നു പെട്ടി പണപ്പെട്ടിയുടെ? പെട്ടി പണപ്പെട്ടി ഒട്ടിയ വയർതൻ വീര്യമെല്ലാം കണ്ടോ മണിമാളികെ പുൽമാടമെന്നെതിരെ ഉണർന്നു, പെട്ടി പണപ്പെട്ടി. എന്നിട്ട് പറയാ, ഒരു ഭാഗം പണപ്പെരുമാൾ, മറുഭാഗം മർദ്ദിതർ അടരാടാൻ നിൽപ്പൂ, നാടാകെ പുരോഹിതരും മുതലാളി വർഗവും ജനമർദ്ദനത്തിനു മാർഗദർശികളാ. അത് അന്നും ഇന്നും എന്നും അറിയിക്കുന്നുണ്ട്. പണാധിപത്യ ശക്തി, ജാതി, മതങ്ങൾ എല്ലാം വോട്ടിന് സ്വാധീനിക്കും.
അന്ന് ഇതുപോലെ തന്നെ പാർട്ടി അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഈ ടി വി തോമസിലേക്ക് ഒരു പരാജയമായിരുന്നു. അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു, അതായത് ഈ പാട്ടിലൂടെ നമ്മൾ എങ്ങനെയാണ് പരാജയപ്പെട്ടതെന്ന് ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, സംവദിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ എങ്ങനെയായിരുന്നു പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിരുന്നത് ഈ പാട്ട് പാടാൻ വേണ്ടി? പാട്ട് പാടാൻ കിടാവർമ്മ ക്ഷേത്രവും ശിവജൈന മൈതാനവും ഒക്കെയാണെന്നുള്ളത് എല്ലായിടത്തും പോയി പാടി ആളുകൾ ഇതെല്ലാം കേൾക്കാൻ വരുന്നുണ്ടായിരുന്നു. അന്ന് മൈക്കില്ലെങ്കിലും ആളുകൾ, ഞാൻ പറഞ്ഞില്ലേ, സംഘടിത ശക്തി എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. തൊഴിലാളി വർഗം, തൊഴിലാളികൾക്ക് ഒരു വർഗബോധം ഉണ്ടായിരുന്നു. അത് ബാർബർ തൊഴിലാളി ആയാലും കൊള്ളാം, രക്ഷാത്തൊഴിലാളി ആയാലും കൊള്ളാം, ഏത് കരണ്ടായാലും ഒരു ഏറ്റവും കൂടുതൽ കയർ ഫാക്ടറി തൊഴിലാളി. കയർ മേഖല എപ്പോൾ തകർന്നോ ആ കാലത്തിന് ശേഷം ഒരു സംഘടിത ശക്തി എന്നുള്ളതായിരിക്കും നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ വ്യാവസായിക പുതിയ മേഖലകളിൽ ഉള്ള പഴയ കാലങ്ങളിൽ നിന്ന് മാറി 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 വന്നപ്പോൾ നമുക്ക് ആശയപരമായിട്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് നമ്മുടെ പ്രസംഗത്തെക്കാളേറെ പാട്ടിനേക്കാളേറെ ചിന്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വന്നു. അന്നത്തെ കാലത്ത് പക്ഷേ ഒരു കാര്യമുണ്ട്, നിരോധിതമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ ഘട്ടത്തിലാണ് പി കെ മേദിനെ പോലുള്ള സ്ത്രീകളൊക്കെ ഈ പ്രചരണവുമായി ഇറങ്ങുന്നത്, ഇതിന്റെയൊക്കെ വക്താക്കളാവുന്നതൊക്കെ. പി കെ മേദിനി മാത്രമല്ല, ഗൗരിയമ്മയുടെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മളെ ഒരു കാലഘട്ടത്തിന്റെ തെരഞ്ഞെടുപ്പിലൊക്കെ ഗൗരിയമ്മ വരുന്നു, ഗൗരിയമ്മ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങനെ തിങ്ങും ഭയങ്കരമായിട്ട്. കാരണം ഗൗരിയമ്മ എവിടെ നിന്ന് വന്നതാ? ഗൗരിയമ്മ ഒരു പാവപ്പെട്ട വീട്ടിലെ ആളല്ല. ഗൗരിയമ്മ ലാ കോളേജിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നേരെ ഇറങ്ങി വരുന്നത് പൊതുപ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. പ്രിയങ്കരനായ സാബ് പി കൃഷ്ണപിള്ളയെ കാണുകയും കൃഷ്ണപിള്ളയായിട്ട് കൃഷ്ണപിള്ള ശിക്ഷണത്തിലാണ് ഗൗരിയമ്മയുടെ ആ ഒരു കാലഘട്ടത്തിലെ വലിയ വലിയ നേതാക്കന്മാരുടെ ഓർമ്മകൾ, അവരുടെ ഡിസിപ്ലിൻ, ഞാനത് അങ്ങനെ തന്നെ പറയുന്നു. ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തേ ഒക്കൂ. അത്തരത്തിലുള്ള ഒരു ചിട്ടയായ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു അല്ലേ? ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അത് എന്റെ മനസ്സിലും നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ വന്നു സ്ട്രിക്റ്റ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് ഒക്കെയെന്ന് പറഞ്ഞാൽ ഞാൻ അല്ലേ, ഇലക്ഷനാണ്, ഈ ഇലക്ഷനെ എങ്ങനെ നേരിടണം. ഒരു പാട്ടെങ്കിലും ഒരു പാട്ട് പാർട്ടിക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ പ്രയോജനപ്പെടട്ടെ എന്ന് ഇപ്പോഴും ചിന്തിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും. അതിപ്പോൾ എൻ്റെ ഒരു ജീവൻ നഷ്ടപ്പെടുന്ന കാലം വരെ, എൻ്റെ ഈ ശബ്ദം ഉള്ളിടത്തോളം കാലം വരെ ഈ കൊടിക്ക് വേണ്ടി, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പാടും, പറയും. അവിടെ ഞാൻ ആരുടെ മുമ്പിൽ തല കുനിച്ചിട്ടില്ല, തല കുനിക്കുകയില്ല. ഏറ്റവും റിസ്ക് ആയിട്ടുള്ള പരിപാടികൾ ഭയങ്കര പോലീസ് മർദ്ദനമൊക്കെ ആയിരുന്നല്ലോ ആ ഘട്ടത്തില്. അങ്ങനെയും നിങ്ങൾ എങ്ങനെയായി പ്രാക്ടീസ് ഒക്കെ ചെയ്തിരുന്നത്? അല്ല, പ്രാക്ടീസ് ഇപ്പൊ ഞാൻ ഈ വോട്ട് ചെയ്തിട്ടെടുത്തായിരുന്നു അന്നത്തെ പാർട്ടി ഓഫീസ്. അന്ന് VS അപ്പൊ ഞാൻ കോട്ടയത്ത് യോഗത്തിന് ചെല്ലണമെന്ന് പറഞ്ഞിട്ട് പോയേ വെക്കും. അപ്പൊ അവിടെ അറസ്റ്റ് വാറണ്ട് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ട്. എന്നാലും പോയേ വെക്കുള്ളൂ, പാർട്ടി തീരുമാനമാണ്, പോയേ വെക്കുള്ളൂ. ചെന്ന് രാത്രി ഇവിടെ കിടന്ന് അറസ്റ്റ് ചെയ്തു. 12 മണി രാത്രിക്ക് 17 വയസ്സുള്ള എന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ കൊണ്ടുപോയ പടമാണ് ഈ അതിനകത്ത് പുസ്തകത്തുണ്ട്. പക്ഷെ അന്ന് പാർട്ടി പറഞ്ഞാൽ നമ്മൾ പോകും. ഇന്നിപ്പോ പാർട്ടി പറഞ്ഞാൽ ആരോ പോവുക. ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന പാട്ടുകൾ ഏതായിരുന്നു തൊഴിലാളികള്? അങ്ങനെയല്ല, എന്താ ഒരുപാട് പാട്ടുകളുണ്ട്. അതിനകത്ത് അതാത് ബോണസ് കിട്ടണമെന്നൊക്കെ പറഞ്ഞുള്ള പാട്ടുകൾ കേട്ടാൽ നിങ്ങൾക്ക് പറയാം. അവിടുന്ന് ബോണസ് കിട്ടണം, ഇവിടുന്ന് ബോണസ് കിട്ടണം, പിന്നെ തുല്യജോലിക്ക് തുല്യം, ഇതൊക്കെ മുദ്രാവാക്യ പാട്ടുകളായിട്ടാണ് നമ്മൾ പാടുന്നത്. അല്ലാതെ പാട്ടിൻ്റെ ആശിപ്പ യുദ്ധത്തിനെതിരെ ആസന്നമായി സജീവ സമരം ഭാരതഭൂമിയിലും ഫാസിസവർഗം കൊള്ളയടിപ്പ്, അങ്ങനെയുള്ള ഓരോ കാലഘട്ടത്തിനനുസരിച്ച് വേണം. പിന്നെ പക്ഷിക്ഷാമം വരുമ്പോൾ, പിന്നെ മർദ്ദനം, നരവേട്ടക്ക് ആസന്നമായി, ഇതെല്ലാം മർദ്ദക, SK ദാസിയേട്ടൻ്റെ പാട്ട്. ഈ മർദ്ദക വീരന്മാരായിട്ടുള്ള പോലീസുകാർക്കെതിരായിട്ട് ആരെങ്കിലും പാട്ട് എഴുതി. മർദ്ദക നിന്റെ മരണം അണിയടിച്ച് വിശ്വമാകയും, നീ കുഴിച്ച കുഴിയിൽ നിന്നെ ഞങ്ങൾ മൂടിയിടും, നീ എടുക്കും ആയുധത്താൽ നിന്നെ ചുട്ടിടും, അതിന് നീ സ്വയം പടച്ചു വിട്ടു ഞങ്ങളെ. ഇപ്പൊ എന്തിനാ പാടിയിട്ട് ദാസേട്ടന്റെ പാട്ട വേണം. അതുപോലെ തന്നെ നരവേട്ടക്കാർ, MSPക്കാർ, അച്യുത പാപ്പാളി, OM ഖാദര്, നാടാർ രാമൻ, കുട്ടികൾ മന്നാടി, ഒന്നും തലപൊക്കില്ല ഇവിടെ. ഇലക്ഷൻ വൈബ്സ് പൂർണ്ണമാവുന്നു. നമസ്കാരം. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്.